86-ലെ ഷാബാനു കേസും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളും. അപ്പോൾ ശരീഅത്തിനെതിരായി വ്യാപകമായ പ്രതിഷേധം എന്താ പറയാറിഞ്ഞൂടാ, അങ്ങനെ ജാഥകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ CPIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സന്ദർഭത്തിലാണ് ഇടതുപക്ഷത്തോട് പറഞ്ഞ് മുസ്ലിം ലീഗിലേക്ക് വന്നത്. ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വം ഞാൻ ഒരുമിച്ച് ഒരു 4 വർഷം MLA ഹോസ്റ്റലിൽ ഒരു മുറിയിൽ ഒരു കട്ടിൽ കിടന്നവരാണ്. ബിക്കോസ് ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് AISF ആൻഡ് ഐ വാസ് ദ സെക്രട്ടറി. മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ, അങ്ങനെ പരിമിതി ഉണ്ട്. അത് പൂർണ്ണമായിട്ട് കോൺഗ്രസിന് നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അങ്ങനെ സമ്മർദ്ദം ചെലുത്തിന്ന് വിചാരിക്കുക. അവർ അത് അഗ്രി ചെയ്യണില്ലെങ്കിലോ എന്നാൽ ഞങ്ങൾ UDF വിട്ടുപോകുക എന്ന് പറയേ. അതിപ്പോൾ ഈ പ്രത്യയശാസ്ത്രപരമായി നോക്കിയാൽ എല്ലാം ലിബറലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ മതങ്ങൾ പിന്നെ എടുക്കുന്ന എല്ലാ നിലപാടുകളും മതപരമാണോ, മതാത്മകതയുള്ളതാണോ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നതൊക്കെ പ്രത്യയശാസ്ത്രപരമാണോ എന്നൊക്കെ പരിശോധിച്ചാൽ പ്രത്യയശാസ്ത്രത്തിന് അയവ് വന്നിട്ടുണ്ട്, മതങ്ങൾക്കും അയവ് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ലിബറൽ എക്കണോമിയാണ് പറയാം. എവറിത്തിങ് ഈസ് ലിബറൽ നൗ. കുടുംബ ബന്ധങ്ങൾ ലിബറലാണ്, സോഷ്യൽ റിലേഷൻസ് ലിബറലാണ്. അപ്പോൾ ലിബറലൈസേഷൻ ഹാസ് എഫക്റ്റഡ് എവറി ഫീൽഡ്. ഞാനിങ്ങനെ CPM-ന് ഒരുപാട് ചീത്ത പറഞ്ഞ് നടക്കുന്ന ആളല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരിന്നല്ലെങ്കിൽ നാളെ വേണമല്ലോ എന്നാണ്. അല്ല, ഇന്നും വേണം എന്നുള്ളതല്ലേ എൻ്റെ ഒരു യാഥാർത്ഥ്യം. യാതൊരു കാരണവശാലും തൃശ്ശൂരും തിരുവനന്തപുരത്തും പാലക്കാടും ഒന്നും അതല്ലേ അവർ പറയാറുള്ളൂ. BJP കേരളത്തിൽ ഇത്തവണ ജയിക്കുകയില്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ് ജയിച്ചതോ ലീഗ് ജയിച്ചതോ CPM ജയിച്ചതായിട്ടുള്ള സീറ്റുകളുണ്ട്. ഇന്ത്യ മുന്നണി ഉണ്ടാകാൻ വേണ്ടി അതിൽ 2 സീറ്റ് അവർക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ്. CPM-നോട് അതിന്റെ നേതൃത്വത്തോട്, പ്രത്യേകിച്ച് പിണറായി വിജയനോട് മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? കോൺഗ്രസ്സാണ് നിങ്ങളുടെ മുഖ്യ ശത്രു എന്നുള്ള ധാരണ മാറ്റണം എന്ന് പറയുന്നത്. ലീഗിൻ്റെ പോട്ടെ, ലീഗ് അങ്ങോട്ട് എതിർക്കാൻ ശ്രമിച്ചാലും ഒരു സ്നേഹത്തിൽ ഇങ്ങോട്ട് പെരുമാറുകയാണ്. പാർട്ടി പൊളിറ്റിക്സ് എടുത്താൽ കേരളത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഈ അന്തർധാര ഇപ്പോൾ ലീഗിനെ ഒരു തരത്തിലും ആശങ്കപ്പെടുത്തുന്നില്ല. ഭാരത് ജോഡോ യാത്ര 2ാം ഘട്ടം നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ യാത്ര ഭാരത യാത്ര വേണമെന്നാണ് ഞാൻ പറയുന്നത്. സമസ്ത അവരുടെ ഒരു റിലീജിയസ് ഫീൽഡിലാണ് അല്ലേ, ഒരു മതപരമായിട്ടുള്ള നിബന്ധനകളനുസരിച്ച് മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നായിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം ഭൗതികമായിട്ടുള്ള സമ്പത്തും സൗകര്യങ്ങളും നല്ല രീതിയിൽ ഈക്വലായിട്ട് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്സിൻ്റെ. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ക്യാൻവാസാണ്. പോസ്റ്റ് ട്രൂത്ത് ഏജ്, സത്യാനന്തര കാലഘട്ടമാണ്. നമ്മളെല്ലാം ഇങ്ങനെ സുഖമായിട്ട് ഇത്രയെങ്കിലും സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ സത്യം പറയാത്തത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ധാരാളം നുണ പറയുന്നത് കൊണ്ടാണ്. സത്യം പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് അന്ന് മുതൽ കഷ്ടപ്പാട് ആരംഭിക്കുന്ന ഞാൻ നിങ്ങളോട് പറയണം. കേരളത്തിൻ്റെ കണ്ടംപററി രാഷ്ട്രീയത്തിൽ കണ്ടൻ്റുള്ള ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ KN ഖാദർ അറിയപ്പെടുന്നത്. നമ്മളുകൂടെ ഇപ്പം എഡിറ്റേഴ്സ് അസംബ്ലിയിൽ ഇരിക്കുന്നത് KN ഖാദറാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെങ്കിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. നേരത്തെ തന്നെ ഇപ്പം ഞാനിപ്പോൾ പ്രസംഗകൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ മെമ്പറായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരികയാണ്. 2 സമയത്തും നല്ല പ്രസംഗകൻ എന്ന രീതിയിൽ തന്നെയാണ് KN ഖാദർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ഇടതുപക്ഷത്തിൽ നിന്നും മുസ്ലിം ലീഗിലേക്ക് വരുന്ന ആ ഒരു മാറ്റം അതെങ്ങനെയാണ് അതിനെ വിശദീകരിക്കാൻ പറ്റുക നമുക്ക്? ഇടതുപക്ഷത്ത് ഞാൻ 1970 മുതലുണ്ടായിരുന്നു. 1970 സ്റ്റുഡൻറ്റ് ഫ്രണ്ടിലൂടെയാണ് വന്നത്. അത് 1987 വരെ അതിനകത്തുണ്ടായിരുന്നു. 86-ലെ ഷാബാനു കേസും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളും. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും പൊതുവെ ലെഫ്റ്റ് മൂവ്മെൻ്റ് എല്ലാം കൂടി ചേർന്ന് പലതും പറയുന്ന കൂട്ടത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നൊരു സാഹചര്യം വന്നു.
നമ്പൂതിരിപ്പാടൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ശരീഅത്തിനെതിരായി വ്യാപകമായ പ്രതിഷേധം എന്ന് എന്താ പറയാറിഞ്ഞൂടാ, അങ്ങനെ ജാഥകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ CPIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഐ വാസ് ദ മാൻ ടു എന്താ പറയുക, ഇത് ഓർഗനൈസ് നടത്തുകയൊക്കെ ചെയ്യേണ്ട ഒരാൾ ഞാനാണ്. പക്ഷേ മലപ്പുറത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും മുസ്ലിം ലീഗും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആ സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗിനോട് വിട പറഞ്ഞ്, മുസ്ലിം ലീഗിൽ ചേർന്ന് ഇടതുപക്ഷത്തോട് വിട പറഞ്ഞ് മുസ്ലിം ലീഗിലേക്ക് വന്നത്. അപ്പോൾ അത് 1987. അന്ന് അധികാരത്തിലുള്ള പാർട്ടി ഇടതുപക്ഷമാണ്, മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ്. ആ സമയത്താണ് ഞാൻ മുസ്ലിം ലീഗിൽ ചേർന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു വരവിന് കാരണമായി തീർന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് ആ രണ്ട് പാർട്ടികളും ഒരേ നിലപാടാണ്. അപ്പോൾ എൻ്റെ വരവ് അസാധുവായ ഒരു സാഹചര്യം. ഏയ് ഞാൻ പറയാം, അത് അങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഓരോ സന്ദർഭത്തിലും പൊളിറ്റിക്കൽ പാർട്ടീസ് മേ ചേഞ്ച് ദയർ പോളിസി. അപ്പോൾ അതിനനുസരിച്ച് മനുഷ്യന് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ മാത്രമാണ് എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവരോടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ CPI എന്ന് പറയുന്ന പാർട്ടിയോ അതിൻ്റെ ലീഡേഴ്സോ ആരും എന്നെ ആക്ഷേപിക്കുകയോ ഒരു പാർട്ടി വിട്ടവനെന്ന രീതിയിൽ എനിക്ക് എതിരായിട്ട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷവും പല പാർട്ടി നേതാക്കന്മാരും മലപ്പുറത്ത് വരുമ്പോൾ ബാലറാം, വെളിയം, ശ്രീനി ഇവരൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വരികയും ഞാനായിട്ടൊക്കെ നല്ല ബന്ധമാണ് അവർ പുലർത്തി പോന്നിരുന്നത്. കാരണം ഈ കാനം രാജേന്ദ്രൻ അതുപോലുള്ള ആളുകൾ ഞാനൊക്കെ ഒരേ സമകാലികമായി പ്രവർത്തിച്ചിരുന്നത്. ഞാൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന സമയത്ത് കാനം യൂത്ത് ഫെഡറേഷൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരാണ്. ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വ ഞാനും ഒരുമിച്ച് ഒരു 4 വർഷം MLA ഹോസ്റ്റലിൽ ഒരു മുറിയിൽ ഒരു കട്ടിൽ കിടന്നവരാണ്. ബിക്കോസ് ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് AISF ആൻഡ് ഐ വാസ് ദ സെക്രട്ടറി. അപ്പോൾ വി വർ ബൗണ്ട് ടു വർക്ക് ദർ. ട്രിവാൻഡ്രത്ത് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. അന്ന് പിന്നീട് ഒരിക്കൽ പാർട്ടി സെക്രട്ടറി ആയി തീർന്ന സുധാകർ റെഡ്ഡി അന്ന് നാഷണൽ പ്രസിഡൻ്റാണ് AISFൻ്റെ. ഞാൻ ജില്ലയിലൊക്കെ ആകുമ്പോൾ സ്റ്റേറ്റിലെത്തിയില്ല. ഞാൻ സ്റ്റേറ്റിലായി വരുമ്പോൾ അസീസ് പാഷ, ശംഭു ശരൺ ശ്രീവാസ്തവ എന്നൊക്കെ പറയുന്ന ആളുകളായിരുന്നു. ഈ ശംഭു പിന്നീട് ഈ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ പോയതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നെ KP രാജേന്ദ്രൻ, ഗീത, ഇവരൊക്കെ ജോയിൻറ്റ് സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു. അപ്പോൾ അവരായിട്ടൊന്നും ഞങ്ങളുടെ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിലും CPIയുടെ ഒരു റോൾ അനുസരിച്ച് അങ്ങനെ വലിയ അധിക്ഷേപത്തിൻ്റെ ഒരു സംഭവം ഡെമോക്രാറ്റിക്കാണ്. പിന്നെ അസംബ്ലിയിൽ പോലും വളരെ ശക്തമായിട്ട് ഞാൻ കമ്മ്യൂണിസത്തെയും ഒക്കെ വിമർശിക്കുമ്പോൾ, ആളിനല്ല മാർക്സിസം ലെനിനിസത്തിനെയും അവരുടെ നിലപാടുകളെയൊക്കെ വിമർശിക്കുമ്പോഴും ഇവരൊക്കെ കേട്ടിരിക്കുകയും വല്ലപ്പോഴും അതിന് ചാടി വീണിട്ടുണ്ടെങ്കിൽ അത് CPMകാരാണ് ചാടി വീണിട്ട്, വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെടാതെ, എന്ന് വെച്ചാൽ ഒരു ബന്ധമുണ്ടെന്നല്ല, പേഴ്സണൽ റിലേഷൻസിനൊന്നും സ്ട്രെയിൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്, അവർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മെയിൻ റീസൺ ഈ ശരീഅത്തിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അവിടെ ഒരു ചോദ്യം ചോദിക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക ശരീഅത്തിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ന്യായീകരണം തരാൻ പറ്റുമെന്ന്? അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കോയക്കുഞ്ഞി നഹ എന്ന് പറയുന്ന തിരുരങ്ങാടിയുള്ള നഹാമാരുടെ ഫാമിലിയിൽപ്പെട്ടൊരു വളരെ പ്രമുഖനായിട്ടുള്ള CPI നേതാവൊക്കെ അന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തിരുരങ്ങാടിയിൽ കാൻഡിഡേറ്റ് ആയിരുന്നു, ഞാനും തിരുരങ്ങാടിയിൽ കാൻഡിഡേറ്റ് ആയിരുന്നു. ആ കാലത്ത് തന്നെ CPI അന്നത്തെ ഒരു വേറെ ലീഗ് ഉണ്ടായിരുന്നില്ല, അഖിലേന്ത്യാ ലീഗ്. ആ ലീഗായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ഞാൻ തിരുരങ്ങാടിയിൽ മത്സരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന CH ഇബ്രാഹിം ഹാജി, ജിഫ്രി തങ്ങൾ, CKP, ചെറിയ മുമ്മക്കൈ, വൈദ്യം കുട്ടിയാജി, ഈ ടീമെല്ലാം നമ്മളെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ബേസിക്കലി അങ്ങനെ ഒരു നിലപാട്, ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കളഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ആവേണ്ട സ്ഥിതി ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒരുപാട് കാലം അങ്ങനെ അങ്ങനെ പോകണമെന്ന് അവരും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ബാലറാമൊക്കെ പറയുമായിരുന്നു, യു ഗോ ടു മോസ്ക് എന്ന് പറയും ബാലറാമൊക്കെ ചിലപ്പോൾ പേഴ്സണലായിട്ട്.
പള്ളിയിൽ പോകണം എന്ന് വെച്ചാൽ അവരുടെ ഇടയിലും അങ്ങനെ ഒരു ചിന്ത പാർട്ടികൾക്ക് ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. മതരംഗത്ത് പ്രവർത്തിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കണമെന്ന് വേണ്ടിയായിരിക്കാം. പക്ഷേ പിന്നെ അങ്ങനെ ഒരു നല്ല അപ്രോച്ചാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടല്ലോ, അതും രണ്ടും രണ്ടല്ലേ? ഇസ്ലാമികമായ സ്വപ്നവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സ്വപ്നവും രണ്ടാണല്ലോ. അതായത് അതെ, അതിപ്പോൾ ഈ പ്രത്യയശാസ്ത്രപരമായി നോക്കിയാൽ എല്ലാം ലിബറലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഐഡിയോളജിക്കൽ ഈ ഒരുപാട് യൂസേജ് വരുമ്പോൾ ഒരു സംഗതി എന്തിനൊരു മാറ്റം വരില്ലേ? അതുപോലെ ഇപ്പോൾ മതങ്ങൾ പിന്നെ എടുക്കുന്ന എല്ലാ നിലപാടുകളും മതപരമാണോ, മതാത്മകതയുള്ളതാണോ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നതൊക്കെ പ്രത്യയശാസ്ത്രപരമാണോ എന്നൊക്കെ പരിശോധിച്ചാൽ പ്രത്യയശാസ്ത്രത്തിന് അയവ് വന്നിട്ടുണ്ട്, മതങ്ങൾക്കും അയവ് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ലിബറൽ എക്കണോമിയാണ് പറയാം. എവറിത്തിങ് ഈസ് ലിബറൽ നൗ. കുടുംബ ബന്ധങ്ങൾ ലിബറലാണ്, സോഷ്യൽ റിലേഷൻസ് ലിബറലാണ്. അപ്പോൾ ലിബറലൈസേഷൻ ഹാസ് എഫക്റ്റഡ് എവറി ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ലിബറലായിട്ട് വന്നു അല്ലേ? ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം വേറെയാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം പാർട്ടി ക്ലാസ്സുകളൊക്കെ അന്നുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ഒരുപാട് ദിവസങ്ങളോളം പാർട്ടി ക്ലാസ്സുകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഇത് നോക്കിയാൽ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസും ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസും ദാസ് ക്യാപിറ്റലും കെ ദാമോദരനൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. ഞാൻ ഒരു 15 days ക്ലാസ്സിന് ആദ്യം പോകുമ്പോൾ. അപ്പോൾ ദാമോദരൻ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദാസ് ക്യാപിറ്റൽ ഒരു തവണയെങ്കിലും വായിച്ച് വരുന്നവർക്ക് ഞാൻ പ്രത്യേകമായൊരു സമ്മാനം കൊടുക്കുന്നൊക്കെ അദ്ദേഹം പറയായിരുന്നു. കാരണം ആ സമ്മാനം കൊടുക്കപ്പെടേണ്ടി വരില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുകൊണ്ടാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ച് പാസ്സായി, പരീക്ഷ എഴുതിയൊക്കെ ജയിച്ചു സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഞാൻ ആ തിയറിയും പ്രത്യയശാസ്ത്രവും ഇപ്പോഴത്തെ അവരുടെ പൊതുവെ ഇപ്പം മാത്രമല്ല, നേരത്തെ തന്നെ അതിന് തന്നെ പല മാറ്റങ്ങളും വന്നില്ലേ. മാർക്സിസ്റ്റ് ഇപ്പോൾ യൂറോ കമ്മ്യൂണിസം വന്നു, മാവോയിസം വന്നു. മാർക്സിസത്തിൽ നിന്നുള്ള ഡീവിയേഷനാണ് മാവോയിസം എന്നുള്ള അപ്രോച്ചുകൾ വന്നു. പിന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇല്ലാണ്ടായി ആയം തന്നെ അത് മാറി. അത് വന്നിട്ട് പിന്നെ 1960 തന്നെ 81 പാർട്ടീസിൻ്റെ ഒരു മീറ്റിലോ വേൾഡ് കമ്മ്യൂണിസ്റ്റ് കോൺഫറൻസ് കൂടിയപ്പോൾ അതിൽ 79 പാർട്ടീസ് ഒരു പക്ഷത്തും ചൈന അൽബേനിയയും വേറെ പക്ഷത്തു നിന്നു. പിന്നെ ഇന്ത്യൻ പാർട്ടി പിളർന്നു. അപ്പോൾ ഇതൊക്കെ ഒരേ പ്രത്യയശാസ്ത്രം വെച്ചാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. വേറൊരു പാർട്ടിയായിട്ടുള്ളത് പോട്ടെ, സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്ന് തന്നെയല്ലേ. അത് വെച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഈ രണ്ട് പാർട്ടികളും, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ആയാലും ശരി, അതിപ്പം CPIM ഉൾപ്പെടെയുള്ള രണ്ടായാലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ഭാഗത്തേക്ക് മാത്രം ചുരുങ്ങിയിട്ടുള്ള, അതായത് ഒരു പ്രാദേശിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തപ്പെട്ട് രണ്ട് പ്രസ്ഥാനങ്ങളായിട്ട് രണ്ട് ഭാഗത്തും നിൽക്കുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അന്ന് നിന്ന പാർട്ടിയായാലും ഇന്ന് നിൽക്കുന്ന പാർട്ടിയായാലും രണ്ടിനും അതിൻ്റെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള അതിന് ചെലുത്താൻ പറ്റുന്ന സ്വാധീനം വളരെ ചുരുങ്ങി കൊണ്ടിരിക്കുന്ന ഒരു ആപൽക്കരമായ ഒരു സന്ധിയും കൂടിയാണിത്. കാരണം അപ്പുറത്ത് വലിയ കൃത്യമായ സ്ട്രാറ്റജിയുള്ള ഒരു വലിയ രാഷ്ട്രീയ മൂവ്മെൻറ്റ് എല്ലാത്തിനെയും ബുൾഡോസ് ചെയ്തുകൊണ്ട് ഹിന്ദുത്വയിൽ അടിസ്ഥാനമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടികളുടെ ചുരുങ്ങലിനെ പറ്റി എന്താണ് തോന്നുന്നത്? കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീന ശക്തി ഇല്ലാത്ത രണ്ട് പാർട്ടികളെയാണ് രണ്ട് കാലത്ത് KN ഖാദർ പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സ്വത്വ രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരു സ്വത്വ രാഷ്ട്രീയമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി, പിന്നെ ദളിത്, പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ഇസ്മായിൽ സാഹിബ് ഇതിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഓണറബിൾ എക്സിസ്റ്റൻസ് എന്നാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഇൻറ്റൻഷൻ. അതിനൊരു അഭിമാനകരമായ അസ്തിത്വം ഈ ദുർബല ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകുക. മുസ്ലിം ആണെങ്കിലും ഇതര ജനവിഭാഗങ്ങളായാലും ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിലും അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു ലിമിറ്റഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. പക്ഷേ എല്ലാ സ്ഥലത്തും ആ രാഷ്ട്രീയത്തിന് വേണ്ടത്ര ഒരു സ്വാധീനം ചെലുത്താൻ ആദ്യം മുതലേ സാധിച്ചിട്ടില്ല. പിന്നീട് മലബാറിലാണ് കുറച്ച് കൂടുതൽ, കേരളത്തിലാണ് അത് നിലനിന്നത്. പിന്നെ തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച അപജയം ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അപജയമാണ്. അത് ഇവിടെ മാത്രമല്ല.
അവർക്ക് പിന്നെ ഈ കേരളത്തോളമൊക്കെ ചുരുങ്ങേണ്ടി വന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ അവർ മെയിൻ സ്ട്രീമിൽ വരാത്തതുകൊണ്ടാണ്. ഇൻ ടൈം അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവർ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് പറഞ്ഞ ഒരു ബഹുജന പ്രസ്ഥാനമാണല്ലോ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലല്ലോ ടോട്ടൽ. അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ ഉണ്ടാകാതെ പോയതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സംഭവിച്ച ഇന്ത്യയിലെ അപജയത്തിന് പ്രധാന കാരണം. ഒന്ന് 1930 ഇപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തുകൊണ്ട് അവർ നിസ്സഹകരിച്ചു. പിന്നെ 42 ക്വിറ്റ് ഇന്ത്യ, അവരെക്കുറിച്ച് പറയാനുള്ളത് പോലെ അവർ ഡിനൈ ചെയ്താലും ഇറ്റ്സ് എ ട്രൂത്ത്. അതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, പൊളിറ്റിക്കൽ ഫ്രീഡം നോട്ട് എക്കണോമിക് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദഗതികൾ, 48 കൽക്കത്ത തീസിസ്, ബി.ടി. രണദിവയുടെ ഇഷ്യൂസ്, അങ്ങനെ പിന്നീട് 51 വരെ ഉണ്ടായ അത് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ, 51 പിന്നീട് ഈ 48 പറഞ്ഞത് തെറ്റാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയൽ, 56 ഒരു പാലക്കാട് പാർട്ടി കോൺഗ്രസ്, ആ കോൺഗ്രസ്സിൽ ആരാണ് മുഖ്യ ശത്രു, കോൺഗ്രസിനോടുള്ള അപ്രോച്ചിലുള്ള തർക്കം, അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ടുള്ള ഈ തർക്കങ്ങളുടെയൊക്കെ ധാരകൾ വേൾഡിലി യു ക്യാൻ സി, എല്ലാ രാജ്യങ്ങളിലും കാണാം, ചൈനയിലൊക്കെ. അപ്പോൾ ഒരു ഇൻ്റർനാഷണലായിട്ട് ആ മാർക്സിസം ലെനിനിസത്തിന് സംഭവിച്ച അപജയങ്ങളും കാലഹരണവും എല്ലാവരെയും എഫക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ പോട്ടെ, വലിയ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ CPSU ആയിരുന്നല്ലോ, ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെ പറയാം. വളരെ പ്രത്യയശാസ്ത്രപരമായിട്ട് അഡമൻ്റായിട്ടുള്ള ആദ്യ പരീക്ഷണമല്ലേ, അതൊക്കെ എല്ലാവരും എവരിബഡി നോസ് ഇറ്റ്. അതുപോലും ഫെയിലായി വന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഞാൻ പറഞ്ഞ യൂസേജിൽ കാലഹരണം വന്നുകൊണ്ടിരിക്കും. ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രവർത്തന കർമ്മ പദ്ധതികളും പ്രത്യയശാസ്ത്രവും തമ്മിലൊരു സാരമായ ഡിഫറൻസ് എപ്പോഴും എല്ലാത്തിലും കുറേശ്ശെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഈ അപജയം സംഭവിച്ചത്. പക്ഷേ അതിനെ കുറച്ചും കൂടി കാലം അവർക്ക് നീട്ടിക്കൊണ്ടു പോയിരുന്നു. എന്നേക്കുമല്ല, അന്ന് ദേശീയ ധാരയിൽ അവരുണ്ടായിരുന്നെങ്കിൽ അവർ കോൺഗ്രസിനെ പോലെ തന്നെ വളരെ സജീവമായി നിൽക്കണമായിരുന്നു. കോൺഗ്രസ്സായിട്ടൊരു യൂണിറ്റി അന്നാണ് വേണ്ടിയിരുന്നത്. എങ്കിൽ അവർ ഇന്ത്യയിൽ ഭരണാധികാരികളാകുമായിരുന്നു, അതിൻ്റെ ഭാഗമായി തീരുമായിരുന്നു, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകുമായിരുന്നു. അതെല്ലാം പോയത് ഈ സെക്ടേറിയൻ ഔട്ട്ലുക്ക് ഇങ്ങനെ കയറിയതുകൊണ്ട് ഓരോ തവണയും വ്യാഖ്യാനിച്ച് ഇല്ലാതായി. അതാണ് അവർക്ക് സംഭവിച്ചത്. ഇപ്പോൾ പിന്നെ വ്യാഖ്യാനവും നിർത്തി, പ്രത്യയശാസ്ത്രം നിർത്തി, പ്രാഗ്മാറ്റിക്കായി. ഇത് മൂന്നും മാർക്സ് വിഭാവനം ചെയ്തതാണ്. പ്രാഗ്മാറ്റിസം, ഡോഗ്മാറ്റിസം, പിന്നെ ഒരുപാട് ഈസങ്ങളുണ്ടല്ലോ, ഓപ്പർച്യൂണിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ. പ്രാഗ്മാറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ പ്രായോഗികതയ്ക്ക് വേണ്ടി പ്രത്യയശാസ്ത്രത്തിന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഡോഗ്മാറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ പ്രായോഗികത മറന്നിട്ട് പ്രത്യയശാസ്ത്രത്തിൽ മാത്രം നിൽക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് തെറ്റുകളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. മാർക്സ് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പാർട്ടിക്ക് സംഭവിച്ച അപജയത്തിന് കാരണം അതാണ്. മുസ്ലിം ലീഗ് പിന്നെ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ലല്ലോ. അത് എക്സിസ്റ്റൻസിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. പ്രത്യയശാസ്ത്രം പിന്നെ ഈ ഇസ്ലാം ഉണ്ടാകുമ്പോൾ വേറൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. പിന്നെ അതിനകത്ത് ദളിതരും പിന്നാക്കക്കാരും വരാങ്കി അങ്ങനെ അവരെയും സ്വീകരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ 2004 UPA മന്ത്രിസഭയുടെ ഭാഗമാവുന്നുണ്ട് മുസ്ലിം ലീഗ്. 1968 കൂടി തന്നെ ഇവിടെ മന്ത്രിമാരുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾക്കിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആരോപിക്കാവുന്നതിനേക്കാളും കൂടുതൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തമൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗിന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ മുസ്ലിം ലീഗിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു സംഘാടന സ്വഭാവത്തിൻ്റെ അകത്ത് മുസ്ലിം ലീഗ് ഒരു പരാജയമാണെന്നല്ലേ നമ്മൾ പൊതുവെ വിലയിരുത്തേണ്ടത്? അതിന് കാരണം ഈ പാകിസ്ഥാൻ വാസ്തവത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പാകിസ്ഥാൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ മൈനോറിറ്റിയുടെ സംഖ്യ വളരെ കൂടുമായിരുന്നു, അവർ കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആകുമായിരുന്നു. അപ്പോൾ ആ ഡിവിഷൻ ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി റോങ്. അതിന് ബ്രിട്ടീഷുകാരാണ് അതിന് വഴിമരുന്നിട്ടത് എന്ന വാദഗതികളാണ് സത്യം. അവർ എവിടെയും ഡിവൈഡ് ആൻഡ് റൂളാണ്. ഇവിടെയും ബ്രിട്ടീഷുകാർ തന്നെയാണ് ശരിക്കും മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും വേർതിരിച്ച് നിർത്തിയത്. അതൊക്കെ നമുക്ക് ഫ്രം ദ വെരി ബിഗിനിങ് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് ഇന്ത്യയുടെ ഭാഗമായി നിലകൊള്ളേണ്ടതായിരുന്നു. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ ഇന്ന്
ഇന്ത്യയിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് വന്നതോടുകൂടി മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ, ഇപ്പോഴത്തെ ലീഗ് 48-ലുണ്ടായതാണെന്നും മറ്റത് 1906 വന്നതാണെന്നും അതും ഇതായിട്ടുള്ള ഡിഫറൻസ് ഒന്നും പഠിക്കാനും മനസ്സിലാക്കാനൊന്നും ആളുകൾക്ക് ഒഴിവില്ല. അതുകൊണ്ട് അവർ ഇതേ കാണുന്നുള്ളൂ. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് എപ്പോഴും പബ്ലിക്കിന് അത്ര ഒരു വറീഡല്ലല്ലോ. അതുകൊണ്ടാണ് അവർ ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത്. ഷാബാനു കേസിൽ ലെഫ്റ്റിനോട് വിയോജിച്ചിട്ട് CPIയോട് വിയോജിച്ചിട്ട് അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഒരാൾ, അതിനുശേഷം ബാബറി മസ്ജിദിൻ്റെ തകർച്ച സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ 2024 രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപനം നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് കോൺഗ്രസിന് നിലപാട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇത് ഞാൻ വളരെ പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. UDFന് നിലപാടില്ല. അതിന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിനും ഈ പറയുന്ന സ്വത്ത് അഭിമാനബോധം നഷ്ടപ്പെട്ടു പോയോ? എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസിന് നിലപാടില്ല എന്ന് പറയരുത്. അവർക്ക് നിലപാടില്ലാത്തതുകൊണ്ടല്ല, ദേ ആർ വെറീഡ് അബൌട്ട് ഇന്ത്യ. വിവിധ സ്റ്റേറ്റുകൾ, വിവിധ ജനവിഭാഗങ്ങൾ അവർക്ക് വെറി ചെയ്യണല്ലോ. ഇപ്പോൾ CPMന് ഇപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയെക്കുറിച്ച് വെറി ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്കും വെറി ചെയ്യേണ്ട കാര്യമില്ല. അത് യു ഹാവ് ആൾറെഡി സപ്പോർട്ടഡ്. അത് രണ്ടും നിങ്ങൾ അഗ്രീഡാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കോൺഗ്രസിന് സ്റ്റിൽ ദേ ആർ ഹാവിങ് പാർട്ടി. എല്ലാ സ്റ്റേറ്റിലും കുറച്ചെങ്കിലും ഉണ്ട്, പല ജനവിഭാഗങ്ങളുണ്ട്. ഈ കൊടുങ്കാറ്റിൽ ഈ ഫാസിസ്റ്റ് ഏകാധിപത്യ നുണപ്രചരണങ്ങളുടെ മധ്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് കുറേ അധികം ആലോചിക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. നമ്മൾ നേരിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവരല്ലോ. അന്ന് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. ജനറൽ പബ്ലിക് ഓഫ് കേരള നമുക്ക് ഇന്ത്യ അറിഞ്ഞൂടാ. നമ്മൾ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ BJP രണ്ടാമത് അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. പൊതുവെ ഇവിടെ എത്ര ബുദ്ധിജീവികളുണ്ടായാലും എത്ര കേരളം എന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെടുന്ന ആളാണ്. നമുക്ക് ഒരു നാഷണൽ ഔട്ട്ലുക്ക് വേണ്ടത്ര ഉണ്ടോ സംശയമാണ്. അപ്പോൾ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ആലോചനകളൊക്കെ വേണ്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നത്. പക്ഷേ ലീഗ് കൃത്യമായിട്ട് അത് പറഞ്ഞല്ലോ, നമുക്ക് വരുന്നില്ല. പിന്നെ വേറൊരു സംഗതി ഉണ്ട്, ഈ BJP ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, സംഘപരിവാർ, ആ ഇഷ്യൂസിൽ മുസ്ലിം ലീഗ് ആസ് എ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു സംശയം ഇല്ലാതെ അതിന് ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ ലീഗ് ഉള്ളത്. ഞങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ നീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അതിൻ്റെ മേലെ ചാടി വീണ് വീണ്ടും ഒരു സംഘർഷാത്മകമായ ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതല്ലേ എപ്പോഴും ഒരു നല്ലത്. അപ്പം ആ സെക്യുലർ പാർട്ടീസാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. യു ആർ റൈറ്റ്, സെക്യുലർ പാർട്ടീസാണ് ശരിക്ക്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലിരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വേണ്ടത്ര രീതിയിൽ മുസ്ലിം ലീഗിനല്ല, ടോട്ടലി ഞാൻ കേരളത്തെ കുറിച്ച് പൊതുവായിട്ടാണ്. അപ്പോൾ കേരളത്തിലെ ഇന്ത്യൻ മുസ്ലിമിനെ മനസ്സിലാവാത്ത സ്ഥിതിയുണ്ടോ? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനകത്തെ മുസ്ലിങ്ങൾക്ക് പോലും ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ സ്വത്ത്, ഈ പറഞ്ഞ ആത്മാഭിമാന ബോധത്തെ മനസ്സിലാക്കാനുള്ള പ്രയാസമുണ്ടോ? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ നാച്ചുറലി പറ്റേണ്ടതല്ലേ? അത് അങ്ങനെ മനസ്സിലാകാത്ത പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തും. ഞാനൊരു പ്രായോഗികമായി കോൺഗ്രസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തിയതാണ് ഞാൻ. മേ ബി ട്രൂ ഓർ അൺട്രൂ. കോൺഗ്രസ്സിന് അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ അസ്യൂം, അത്രയേ ഉള്ളൂ, ഞാൻ വിഭാവനം ചെയ്യുന്നു. ഇല്ലെന്ന് അവർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് അവർ പറയില്ല. കാരണം അത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മുസ്ലിം ലീഗിന് മനസ്സിലാകാത്തത് കൊണ്ടല്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ, അങ്ങനെ പരിമിതി ഉണ്ട്. അത് പൂർണ്ണമായിട്ട് കോൺഗ്രസ്സിന് നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അങ്ങനെ സമ്മർദ്ദം ചെലുത്തിന്ന് വിചാരിക്കുക. അവർ അത് അഗ്രി ചെയ്യണില്ലെങ്കിലോ എന്നാൽ ഞങ്ങൾ UDF വിട്ടുപോകുമെന്ന് പറയേ. ഇവിടെ ഇറ്റ് ഈസ് നെക്സ്റ്റ്, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് എല്ലാ സെക്യുലർ പാർട്ടീസും വിത്തൗട്ട് കൺസിഡറിങ് ദ പെർസെൻറ്റേജ് ഓഫ് സെക്യുലറിസം ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഓരോ പാർട്ടിയും ശ്രമിക്കുന്നത് ഞാനാണ് സെക്യുലർ.
എത്ര ശതമാനമാണെങ്കിലും 50% സെക്കുലറായിട്ടുള്ള എല്ലാ പാർട്ടികളും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലും ഒരു നല്ല റിലേഷൻസും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഇവിടെ ഒരു കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ കൗബെൽറ്റിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. കാരണം ഈ പറഞ്ഞ സാധനങ്ങൾ ഒറ്റയ്ക്കൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അത്രയും വലിയൊരു ട്രാപ്പാണ് സംഘപരിവാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ക്ഷേത്രത്തോട് നിങ്ങളുടെ സമീപനം എന്താണെന്നുള്ളൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന്, ഒരു വലിയ പ്ലൂറൽ സമൂഹത്തിന് അഭിമുഖീകരിക്കുന്ന കോൺഗ്രസ്സിന് വലിയ പ്രശ്നം തന്നെയാണ്. മാത്രമല്ല അവിടെ നാളെ ഇലക്ഷൻ എന്നുള്ളൊരു സാധനം അവരുടെ മുമ്പിലുണ്ട്, നമ്മളിവിടുത്തെ പല പ്രാദേശികമായിട്ടുള്ള പാർട്ടികളെക്കാട്ടും ഉപരിയായിട്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും മുസ്ലിം ലീഗ് വീണ്ടും പ്രതിസന്ധിയിലാവുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് നിലപാടെടുക്കുകയും ഇതിനെ എതിർക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, CPIM ആണ്. അപ്പോൾ CPIM ഇതിലൊക്കെ ഈ മുസ്ലിം ലീഗിനെ പോലെ തന്നെ വ്യക്തമായ നിലപാടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വരാനിരിക്കുന്ന ഇലക്ഷനിലും, അതിപ്പം ലോക്സഭാ ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയാലും, മുസ്ലിം ലീഗിന് കുറച്ചും കൂടി അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ CPIM അല്ലേ ഉള്ളത്? അത് ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോഴേ അത് പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കേണ്ട നിലപാടെന്ത്, എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ത് എന്നുള്ള ഒരു വിഷയമുണ്ട്. അവരിപ്പോൾ ഈ പെട്ടെന്ന് മാറ്റി ഏക സിവിൽ കോഡിനെ പാടില്ല എന്ന് പറഞ്ഞു. വഖഫിൻ്റെ വിഷയത്തിൽ അവർ സമസ്തയൊക്കെ പറഞ്ഞതുപോലെ അനുസരിച്ചു. ഇപ്പം ഈ വിഷയം വന്നപ്പോഴും അയോധ്യ, അവർക്ക് ദേ ആർ നോട്ട് വെറീഡ് അബൌട്ട് ഇന്ത്യ. ശരിക്ക് അവർക്ക് ഇവിടെ ഇത് രണ്ടാമത് നിലനിർത്താൻ, ഇപ്പം ഞാനൊന്നും കണ്ടില്ല എന്ന് വരുന്നില്ല, അവർ ദേ ആർ ട്രൈങ് ടു കം ബാക്ക് ഇൻ ബംഗാൾ. തിരിച്ചു വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു ചെറിയ ലിമിറ്റ് വരെ അത് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇതൊക്കെ കണ്ടല്ലോ. അപ്പോൾ അത് യൂത്ത്, അവരുടെ യുവജന വിഭാഗങ്ങൾ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ആണ് അതൊക്കെ നേടിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവിടെ തിരിച്ചു വരാൻ. പെട്ടെന്ന് അത് വോട്ടായിട്ടൊന്നും കൺവേർട്ട് ചെയ്തോളുന്നില്ല. അപ്പോൾ ഈ ഉള്ളത് കളയാതിരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പോളിസിയാണത് അവരെടുക്കുന്നത്. അതും പ്രത്യയശാസ്ത്രപരമായിട്ടൊരു ബന്ധവുമില്ല. ഏക സിവിൽ കോഡും ക്ഷേത്രങ്ങളും ഒക്കെ അതൊക്കെ വേറെ പാർട്ടികൾക്കുള്ളതാണ്, ശരിക്കും ഇവർക്കുള്ളതല്ല. ഈ ഗോചര പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിയെ പരോക്ഷമായി പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് മാർക്സിസത്തിൻ്റെ ഡയലക്റ്റിക്സ്. ഒന്നിനും പരോക്ഷമായി പോലും അവർ അഗ്രി ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്ക് പ്രത്യയശാസ്ത്രമൊന്നുമല്ല, പ്രാക്ടിക്കൽ പോളിറ്റിക്സിൽ ഈ ഭരണമെങ്കിലും നിലനിർത്തിയില്ലെങ്കിൽ അവരുടെ പാർട്ടിയെ നിലനിർത്തുക ഇന്ത്യയിൽ പ്രയാസമാണ്. അതിനവർ സാഹസികമായിട്ട് എടുത്തു ചാടുകയാണ്. ഏക സിവിൽ കോഡോ അതും എനിക്ക് വേണം, മറ്റതോ അതും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഒരു ഒരു സ്ഥായിയായിട്ടുള്ളൊരു ചേഞ്ചല്ല. അവരാ നിലപാട്, അവർക്കൊരു സ്വാധീനം ഉണ്ടായാൽ അത് ആ നിലപാടിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസിനേക്കാൾ, അതാണല്ലോ ക്വസ്റ്റ്യൻ അല്ലേ, കോൺഗ്രസിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അലൈ CPM ആയിരിക്കില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് രണ്ടിനും കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസും ഞങ്ങളും CPM-ഉം അലയാണ് ഇന്ത്യ. ഞങ്ങൾ, അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ഇഷ്യൂക്ക് വരാനുള്ള കാരണം CPM ഞങ്ങളുടെ അലായി തന്നെയാണ്. ഇവിടെ നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്താലും CPM കോൺഗ്രസിൻ്റെ അലായി തന്നെയാണ്. കാരണം അതാണ് ഇന്ത്യയെ മനസ്സിലാക്കിയാൽ ഈ തർക്കം തീരും. ഇപ്പോഴത്തെ ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇന്ത്യ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഒരു ചെറിയ സെക്കുലർ ആറ്റിറ്റ്യൂഡെങ്കിലും എടുക്കുന്ന സംഘപരിവാറിൻ്റെ ഈ ഏകാധിപത്യത്തെ, ഈ സ്വഭാവങ്ങളെയൊക്കെ എതിർക്കുന്ന എല്ലാ ശക്തികളും എല്ലാം മറന്ന് ഒന്നു ചേരേണ്ട സമയമാണ്. അവിടെയാണ് നമ്മൾ ചെറിയ ചെറിയ അളവുകോലുകൾ ഉപയോഗിച്ച് അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ഞങ്ങളുടെ അലൈ അല്ല CPM എന്ന് ഞാൻ പറയില്ല, അലൈ തന്നെയാണ്. കോൺഗ്രസ് ഞങ്ങൾ അലൈ തന്നെയാണ്. അതിന് രണ്ടിനെ ഒരുമിച്ച് കിട്ടിയാൽ തിരക്കിടില്ല എന്നുണ്ട്. ഒരുമിച്ച് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒന്നിൻ്റെ കൂടെ നിൽക്കുന്നു. അത് 19 വർഷമായിട്ട് നിന്നതാണ്. അതായത് LDF-ൽ ഒരു ഘടകകക്ഷിയാകാൻ ലീഗിന് ഒരു തടസ്സവും ഇല്ല എന്നാണ് പറയുന്നത്. എന്നല്ല, പ്രത്യയശാസ്ത്രം പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. കാരണം എന്ന് വെച്ചപ്പോൾ ഈ ഇന്ത്യയിലെ ഈ ഇന്ത്യ മുന്നണി തന്നെയാണ് തൽക്കാലം ഇന്ത്യക്കുള്ളൊരു പോംവഴി. എല്ലാ ദൗർബല്യങ്ങളോടും കൂടി അതിൻ്റെ ഇന്ത്യ മുന്നണി തന്നെയാണ്. ആ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇവിടുന്ന് കോൺഗ്രസ് ജയിച്ചാലും CPM ജയിച്ചാലും അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയിലല്ലേ വരേണ്ടത്. അവരിനി അത് മാറ്റിയില്ലെങ്കിൽ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്.
വേറെ ചില ഇഷ്യൂസ് ഉണ്ട്. അതായത് ചെറിയ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ CPM-ലെ കേരള ഗവൺമെൻറ് പാർട്ടി പിന്നെ അതിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് പാർട്ടി എന്ന് പറയാൻ വയ്യാതായിപ്പോൾ. അല്ലെങ്കിൽ ഞാൻ CPM എന്ന് പറയുമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ എം ടെലിങ് ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ് പാർട്ടി ഒന്നാണ്. അതുകൊണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട്. അതും ഇതുപോലെ ഏക സിവിൽ കോഡ് സ്വീകരിച്ചതുപോലുള്ള ഒരു സാഹസികതയാണ്. എന്താണെന്നറിയാം, ഈ ചെറിയ പ്രാദേശിക പാർട്ടികൾക്ക് അവരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിലൊന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യില്ലെങ്കിൽ കേന്ദ്രത്തിന് നമ്മളും ഡിസ്റ്റർബ് ചെയ്യണ്ട. പക്ഷെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള. അല്ലാതല്ല, അത് വേറെ ഇഷ്യൂ. ഞാനതല്ല പറഞ്ഞു, ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്താ വെച്ചാൽ, ഈ ഗവൺമെൻറ്റിന് എങ്ങനെ നിലനിൽക്കാൻ ഒരു ഡിസ്പ്ലഷർ കൊണ്ട് ഇത് ഇല്ലാണ്ടാവേണ്ടെന്നുണ്ട് അവർക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസ്പ്ലഷർ കൊണ്ട് ഇല്ല. അതാണ് ഇതിലുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഈ എക്കണോമിക്കായിട്ടുള്ള സാമ്പത്തിക രംഗത്ത് കേരളത്തെ ഞെരിക്കുമ്പോഴും അതിനെതിരായിട്ടൊന്നും പറയാതിരിക്കാനും വയ്യ, പറയാനും വയ്യ. ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം CPM-ന് ഈ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ആളുകളെയൊക്കെ വല്ലാതെ പിണക്കാനോ ശക്തമായി ആക്ഷേപിക്കാനോ ഗവൺമെൻറ് തയ്യാറില്ല. ഇടയ്ക്ക് ഓരോ പ്രസംഗങ്ങളിൽ അവസാനിപ്പിക്കുക, അതൊന്നും അവിടെ എത്തുന്നുമില്ല. മാത്രമല്ല, ഇങ്ങനെ ഇടയ്ക്ക് ചിലത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് അവർക്ക് അറിയില്ല. ഇവർക്കും അറിയാം ഇടയ്ക്ക് ചിലത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കാര്യമാക്കിട്ടാണല്ലോ. അപ്പോൾ അങ്ങനൊരു അന്തർധാര ചെറിയ തോതിൽ സംശയിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ ഞങ്ങൾക്ക് ഇവരിട്ടിപ്പോൾ ചേരുന്നതിന് തടസ്സമുള്ളൊരു ഇഷ്യമാണ്. ഒരു ചെറിയ അന്തർധാര പോലും ഉണ്ടാവരുതെന്നാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് എനിക്ക് വരുന്നത്. അപ്പം ഞാൻ എവിടെയും സംസാരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ടോട്ടൽ പൊളിറ്റിക്സാണ് ഞാൻ പറയാം. കേരള മുന്നണിയുടെ മാത്രം പൊളിറ്റിക്സ് പറഞ്ഞാൽ ഞാൻ എവിടെയും അല്ലാണ്ടാവും. എൻ്റെ പേഴ്സണലി ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാനിങ്ങനെ CPM-ന് ഒരുപാട് ചീത്ത പറഞ്ഞു നടക്കുന്ന ആളല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ വേണമല്ലോ എന്നാണ്. അല്ല, ഇന്നും വേണം എന്നുള്ളതല്ല എൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം അല്ല, അത് നമുക്ക് പറയാണ്ടിരുന്ന നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ. അല്ല, ഇന്ത്യ മുന്നണിയെ പറ്റി തന്നെ എടുത്തു നോക്കാം നമ്മൾ. അപ്പം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ധാർമ്മിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ബാക്കി പലരും പറയുന്ന പോലെ ഒരു വർഗീയ സംഘടനയായിട്ടൊന്നും കാണാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഗംഭീരമായിട്ട് നമ്മളിപ്പം എല്ലാ തരത്തിലുള്ള ഇപ്പം ജോഡോ യാത്രകളും എല്ലാം കൂടെ കൊണ്ട് ഒരു സംഘടനാ സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ നിതീഷ് കുമാറിനാണെങ്കിൽ പ്രധാനമന്ത്രിയാവണം, തൻ്റെ പ്രാദേശിക ഭാവത്തിനെ തന്നെ എങ്ങനെ ഒരു ദേശീയ ഭാവമാക്കി മാറ്റാം എന്നുള്ളതിൽ മാത്രമാണ് മൂപ്പരുടെ ഒരു റിസർച്ച്. ഈ കേരളത്തിലാണെങ്കിൽ CPM-നോ മുസ്ലിം ലീഗിനോ പ്രത്യേകിച്ചൊരു നിലപാട് ഇന്ത്യ മുന്നണിയെ പറ്റി ഇല്ല. ഈ പറഞ്ഞ ഒരു സെക്യൂരിറ്റി സംഭവമുണ്ട്. അതായത് ഇന്ത്യയിലെ മറ്റേ ഒരു സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഹബ്ബ് എന്നുള്ള രീതിയിൽ അതിനകത്ത് സുഖമായിട്ട് ഇരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്ത്യയിലേക്ക് എങ്ങനെ അധികാരത്തിൽ വരണം എന്നുള്ള ഒരു തലപുകച്ചിൽ നടത്തുന്നത് കോൺഗ്രസ് മാത്രമാണ്. അപ്പോൾ ഈ കോൺഗ്രസ് അത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗിനും ഒരു പരിധി വരെ അതിൽ സുരക്ഷിതരായിരിക്കും. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്ന് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇന്ത്യയിൽ നടക്കുന്ന എന്തും കേരളത്തിന് ബാധകമാണ്. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളല്ല പൊളിറ്റിക്കലി. അതൊരു വലിയ ത്രട്ടാണ്. അപ്പോൾ അതിനെ നേരിടണമെങ്കിൽ എല്ലാവരും ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ കോൺഗ്രസിനെ മാറ്റിപ്പിടിച്ച് CPM-നോട് ചേർന്നാലും CPM-നെ മാറ്റിപ്പിടിച്ച് കോൺഗ്രസ് തന്നെ നിന്ന് CPM-നെ വിമർശിച്ച് നടന്നാലും രണ്ടും ഹെൽത്തി അല്ല. ശരിക്ക് ഒരു ഹെൽത്തി ക്രിറ്റിസിസം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് CPM-ഉം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം, കോൺഗ്രസും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം. ഇവരെ പൊളിറ്റിക്കലായിട്ട് എതിർക്കല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നശിച്ചു പോട്ടെ എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഈ പാർട്ടികളൊക്കെ പരസ്പരം നശിക്കാതെ മത്സരിക്കണം എന്നാണ്. അതെങ്ങനെയാണ് പ്രാക്ടിക്കലി സാധ്യമാകുക? കാരണം അതാണല്ലോ നിങ്ങൾ അനുഭവിക്കാൻ വന്ന ക്രൈസിസ്. പൊളിറ്റിക്സിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് വെച്ചപ്പോൾ നിതീഷിന് പ്രധാനമന്ത്രിയാണോ, അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇല്ലാണ്ടാവുക? ആ ആഗ്രഹം മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രി, അതെങ്ങനെ ഇല്ലാണ്ടാവുക? അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അസ്. ഈ ഗെയിമിലുള്ള ഇഷ്യൂസാണ് അതൊക്കെ. ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ചെറിയ കാര്യമല്ല. നല്ലൊരു കോൺഗ്രസ് ലീഡർഷിപ്പ്,
നല്ല ശക്തമായിട്ടുള്ള ഒരു ലീഡറും ഒക്കെ ഈ ഇന്ത്യ മുന്നണിയിലും വരികയും പാർട്ടികളൊക്കെ തമ്മിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വരികയും ചെയ്താലേ അത് സോർട്ടഡ് ആക്കാൻ പറ്റുള്ളൂ. അവനവൻ്റെ സീറ്റുകളുടെ എണ്ണവും കാര്യങ്ങളൊന്നും ഇനിയും സംരക്ഷിച്ച് നിർത്തുന്നതിന് അർത്ഥമില്ല. ചിലത് ത്യാഗം ചെയ്യണം, ചില പാർട്ടികൾക്ക് കൊടുക്കണം, എല്ലാവരും ജയിച്ചു വരട്ടെ എന്നുള്ളൊരു മനോഭാവമാണ്, ബ്രോഡായിരിക്കണം. അതല്ലെങ്കിൽ അവർ ഹാപ്പിയാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി CPM-നോടും അവരുടെ മുന്നണിയോടും ചേർന്നാലുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും ഒരു ലിറ്റിൽ വെറീഡാണ് ഞങ്ങൾ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ ഇമ്പാക്റ്റ് എന്തായിരിക്കും ശരിക്കും? CPM-ന് കൂടെ നിൽക്കുന്ന ക്രിസ്ത്യൻ, അതുപോലെ കുറച്ച് ഹിന്ദു, അവരൊക്കെ അതിനെ ചിലപ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം കുറച്ചൊക്കെ സംഭവിക്കാനിടയുണ്ട്. അല്ല, മുസ്ലിം ലീഗ് അതിനകത്ത് ചേർന്നാലേ മുസ്ലിം ലീഗിനോട് വിരോധമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു ജനവിഭാഗം CPM-നെ ഉപേക്ഷിച്ചുകൂടായികയില്ല ആ സന്ദർഭത്തിൽ. അത് വലിയ പെർസെൻറ്റേജ് ഉണ്ടാവില്ല, അത് വേറെ മുസ്ലിങ്ങളെ കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാന്നായിരിക്കും അവർ വിചാരിക്കും. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചൊരു ആശങ്കയാണ്. അല്ല, അതിൽ BJP ശക്തിപ്പെടും കേരളത്തിൽ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. കാരണം UDF എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അത് ക്ഷീണിച്ചാൽ, അതിനകത്ത് കോൺഗ്രസ് മാത്രമായാൽ കേരള കോൺഗ്രസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിക്ക് കോൺഗ്രസ്സിനൊരു ഐസൊലേഷൻ വന്നാൽ അത് മുതലെടുക്കുന്നത് BJP ആയിരിക്കും കേരളത്തിൽ. കൃത്യമായിട്ട് കോൺഗ്രസിന് പോകാൻ എളുപ്പം BJP-യിലേക്കാണെന്ന് എന്നല്ല, കോൺഗ്രസ് അല്ല ഞാൻ പറഞ്ഞത്, CPM-ൻ്റെ കൂടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യൻസും പോകുന്നു. കോൺഗ്രസ് ക്ഷീണിച്ച് നിന്നാൽ BJP ശക്തിപ്പെടും. മുസ്ലിം ലീഗ് ക്ഷീണിച്ച് നിന്നാൽ മുസ്ലിം തീവ്രവാദികൾ ശക്തിപ്പെടും. അങ്ങനെ ഇഫനി മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഓർഗനൈസേഷൻസൊക്കെ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു സമാധാനപരമായ സഹവർത്തിത്വം കൊതിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു കൂടെ മുസ്ലിങ്ങൾ മുഴുവൻ നിർത്തുന്നതാണ് നമുക്ക് രാജ്യത്തിനും മുസ്ലിങ്ങൾക്കും ഒക്കെ നല്ലത്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് മുസ്ലിം ലീഗ് ഒരു സിറ്റുവേഷൻ വേഴ്സാവുക ചെയ്യുക, ഇൻ ദ ആബ്സെൻസ് ഓഫ് കോൺഗ്രസ് സിറ്റുവേഷൻ വേഴ്സാവുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ ദുർബലമാക്കാൻ പാടില്ല, CPM-ഉം ദുർബലമായി പോകണം, നശിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. അതെങ്ങനെ പ്രാക്ടിക്കൽ എന്നൊക്കെ ചോദിച്ചാൽ അതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഹൗ ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. ഇപ്പോൾ ഒരു അന്തർധാരയെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് കേരളത്തിലെ സർക്കാരും കേന്ദ്രത്തിലെ സർക്കാരും തമ്മിലുള്ള, എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടി പൊളിറ്റിക്സ് എടുത്താൽ കേരളത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഈ അന്തർധാര ഇപ്പോൾ ലീഗിനെ ഒരു തരത്തിലും ആശങ്കപ്പെടുത്തുന്നില്ല. ഒന്നുകൂടി ചോദിക്കും. അതായത് പാർട്ടി പൊളിറ്റിക്സിൻ്റെ ബേസിൽ നോക്കുമ്പോഴേ കേരളത്തിലുള്ള കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര എന്ന് പറയാവുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. കോൺഗ്രസും BJP-യും തമ്മിൽ ഒരു അന്തർധാര ആവാൻ കഴിയില്ല. അവർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ളൊരു മാർഗം, അല്ലെങ്കിൽ BJP-യെ താഴെ ഇറക്കാൻ. കോൺഗ്രസ് ഒരു എസെൻഷ്യൽ എലിമെൻ്റാണ്, സംശയമില്ല, യാതൊരു സംശയമില്ല. CPM-നേക്കാളും മുസ്ലിം ലീഗിനേക്കാളും ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികളെക്കാളും ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എ സ്ട്രോങ് കോൺഗ്രസ് ആണ് ആദ്യം. അതിൻ്റെ കൂടെ നമുക്ക് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുക, മുസ്ലിം ലീഗുകാരന് തോന്നുകയാണ് CPM-ഉം ശരിയല്ല, കോൺഗ്രസും ശരിയല്ല, ആരും ശരിയല്ല, പിന്നെന്താ വാട്ട് ഈസ് ദ വേ ഔട്ട്? ആരും ശരിയല്ല എന്നൊരു പാർട്ടി വിചാരിക്കരുത്. അവരുടെയൊക്കെ ദൗർബല്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ആ സാഹചര്യം എങ്ങനെ വന്നു എന്ന് നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. കോൺഗ്രസിൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് ഉണ്ടാവും. ആ ശക്തി ദൗർബല്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ദൗർബല്യങ്ങളിലേക്ക് ഒരുപാട് ഞാൻ ഇറങ്ങിച്ചെന്ന് ഡീപ്പായിട്ട് തന്നെ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നത് ഒരു സന്തോഷകരമായ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് അല്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ ദൗർബല്യം ഐ ഷുഡ് ബി എക്സ്കവേറ്റ്. കോൺഗ്രസിന്റെ ദൗർബല്യം എന്ന് നമ്മൾ വിമർശിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ BJP-യുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിനോട് അടുത്ത് നിൽക്കുന്ന പ്രത്യയശാസ്ത്രം തന്നെയാണ് കോൺഗ്രസിൻ്റേത് എന്നുള്ളതാണ് വിമർശനം. ഒരു ഹിന്ദുത്വയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ B ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാ കാലത്തും കോൺഗ്രസ് എന്നുള്ളതാണ്. അവരവിടെ രാമക്ഷേത്രം പണിയുമ്പോൾ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി കാവ്യ മൂടി പോച്ച് അമ്പലത്തിൽ പോയിട്ടാണ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്.
അതിനേക്കാൾ വലിയ ഹിന്ദുത്വ പൊളിറ്റിക്സ് പറയാനായിട്ട് പറ്റുകയുമില്ല എന്നാൽ എന്നോട് മത്സരിക്കുകയും ചെയ്യാണ്. അത് ഒരു തരത്തിലും ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാവില്ലല്ലോ. കൃത്യമായ മതേതരത്വ പൊളിറ്റിക്സ് അല്ലേ പറയുന്നത്? മതേതരത്വം, ഇന്ത്യയിലെ മതേതരത്വത്തിൽ മതം ഒഴിവല്ല. ഇറ്റ് ഈസ് ദ റിയാലിറ്റിയാണ്. മതങ്ങളെ നിലനിർത്തിക്കൊണ്ട് മതാതീതമായി ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിറ്റിക്സ്. എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിറ്റിക്സ്. രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ പ്രിയങ്കക്കോ എനി കോൺഗ്രസ് മാൻ ക്യാൻ ഗോ ടു അവരുടെ ആരാധനാലയത്തിൽ പോകാം, ക്ഷേത്രങ്ങളിൽ പോകാം, പള്ളികളിൽ പോകാം, ചർച്ചകളിൽ പോകാം. യാതൊരു കുഴപ്പവും അതിനകത്തില്ല. അവിടെ പോയത് കൊണ്ട് മാത്രം അതാണ് ഹിന്ദുത്വ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു ആൻഡ് ഹിന്ദുത്വ ആർ എൻറ്റയർലി ഡിഫറെൻ്റ് എന്നുള്ളിടത്താണ് ഞാനതിനെ കാണുന്നത്. ഹിന്ദുത്വം എന്നുള്ളതൊരു വെറും രാഷ്ട്രീയം മാത്രമാണ്. അതിൽ ഹിന്ദു ഇല്ല. ഹിന്ദു ഇതല്ല. ഈ സോ നൈസ്, സോ ബ്രോഡ്, വളരെ വിശാലമായിട്ടുള്ള ഒരു സംസ്കാരമാണത്. ഹൈന്ദവ ധർമ്മമെന്നോ എന്ത് പറഞ്ഞാലും അതിനകത്ത് വൈഷ്ണവൈറ്റ്, ശൈവൈറ്റ്, ഗാണപത്യം, താന്ത്രിക്, ഇങ്ങനെ എല്ലാ വിഭാഗം, പിന്നെ വിശ്വാസമില്ലാത്തവർ, അത്തീസ്റ്റ്, ഇതെല്ലാം കൂടി ഒരൊറ്റ ധാരയായിട്ട്, ഒരു ബഹുസ്വര ധാരയായിട്ട് വരുന്ന ഹിന്ദുത്വ ഏറ്റവും സഹിഷ്ണുത ഉള്ളവരായിരിക്കാനാണ് സാധ്യത. അവരെല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് കോഴിക്കോട്ടിരുന്നാണ്. ഈ കോഴിക്കോട് സമോദരിയും മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധം, വെള്ളിയാഴ്ച ജുമാക്ക് പോകാത്ത മുസ്ലിങ്ങൾക്ക് സാമൂതിരി ഫൈനിട്ടിരുന്നത് തുഫത്തുൽ മുജാഹിദീനിലുണ്ട്. ഖാദീനെ അപ്പോയിൻ്റ് ചെയ്തതിനും മുഅദ്ദിനെ അപ്പോയിൻ്റ് ചെയ്തിരുന്നത് സാമൂതിരിയാണ്. അവർക്ക് സാലറി കൊടുത്തിരുന്നത് എസ് ചക്കർ എന്നാണ് ഉണ്ടായത്. അതൊക്കെ എന്തൊരു നല്ല റിലേഷൻസാണ്. എവിടെ ഒരു തടസ്സം ഉണ്ടായത്? അപ്പോൾ ഇൻ റിയാലിറ്റി മുസ്ലിങ്ങളും ഹിന്ദുവും തമ്മിലൊന്നും ഒരു വഴക്കില്ലാത്ത, ആരോടും വഴക്കിടാൻ പാടില്ലാത്തവരുടെ ഒരു ഓർഗനൈസേഷനാണ് ഹിന്ദു എന്ന് പറയുന്ന ധർമ്മം. അപ്പോൾ അത് ഇസ്ലാമിക് കൺസെപ്റ്റും റിയൽ അനുസരിച്ച് എല്ലാ പ്രവാചകന്മാരെയും എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടോ മാത്രമേ മുസ്ലിം ആയിരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു അപ്രോച്ച് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിന് അതായത് നിങ്ങൾ പറയുന്ന പ്രധാന ഇഷ്യൂ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ റീപ്ലേസ്ഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് വന്നിട്ടുള്ളത്. കമ്മ്യൂണൽ മെജോറിറ്റി നിലനിൽക്കാൻ കമ്മ്യൂണൽ ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഗവൺമെൻറ് വേണം. അപ്പോൾ അവർക്ക് വേണ്ടത് പവർ ആൻഡ് മണിയാണ്. പവർ, മസിൽ പവർ, മണി പവർ, അതും പിന്നെ ഈ ഭരണമാണ്. അത് നിലനിർത്താൻ വേണ്ടി ഒരു റിലിജനെ വാസ്തവത്തിൽ വക്രീകരിക്കുകയാണ്. മുസ്ലിംസിനെ മാത്രമല്ല, ദ ഹോൾ ഹിന്ദു ധർമ്മത്തിനെ വക്രീകരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ഹിന്ദു സന്യാസിമാരും ഹിന്ദു പണ്ഡിതന്മാരുമാണ് അത് മനസ്സിലാക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ഒരു ക്ഷേത്രമാണോ അതോ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രതീകമാണോ? അതൊരു ഞാൻ ആൻസർ പറയേണ്ട ഒരു സംഗതിയല്ല. അത് ഹിന്ദു വിശ്വാസപ്രകാരം അല്ല എന്ന് പറയാൻ എനിക്ക് പാടില്ല. ആണെന്നും ഞാൻ പറയുന്നില്ല. മാത്രമല്ല താങ്കൾ ഈ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അറിവെന്ന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ക്ഷേത്രങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന പ്രഭാഷണങ്ങൾ. അതെ അതെ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കാണിക്കേറ്റിട്ട് തന്നെ അവിടെ കടത്തുന്നില്ല എന്ന് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരും പ്രവേശിപ്പിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ബട്ട് യു ക്യാൻ ഗോ ടു മധുര ടെമ്പിൾ. അങ്ങനെയൊക്കെ ആളുകൾ കാണാനും പോകുന്നില്ല. അതല്ല, അങ്ങനെയുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരാളായതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. വിശ്വാസപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ നമ്മളെ ശത്രുക്കളല്ല. അന്യരുടെ ആരാധനാലയങ്ങളെ ഹിംസിക്കരുതെന്നും അവരെ ദൈവത്തെ അവഹേളിക്കരുതെന്നും പ്രോഫറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഇസ്ലാമിക് കൺസെപ്റ്റാണ്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ നല്ലത് പറയാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അർത്ഥം ഒരാളുടനെ ഇപ്പോൾ നമ്മൾ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് കുറേ നല്ലത് ഞാൻ പറഞ്ഞു, അപ്പോൾ ഇന്ന് മുതൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണോ? അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് അങ്ങനെയാണ് എടുക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു മുസ്ലിം പള്ളി പൊളിച്ചുണ്ടാക്കുക എന്നുള്ളതാണ് അതിലെ പോളിറ്റിക്സ്. അത് ഹിന്ദുത്വ പോളിറ്റിക്സ് ആണ്. ഒരു മുസ്ലിം ആരാധനാലയം തകർത്തിട്ടാണ് അതുണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മോശമായിട്ടുള്ള വശം. പൊളിറ്റിക്സ് അതാണ്. അത് ഒരു ഗവൺമെൻറ് ആഘോഷിക്കാൻ പാടില്ല. സെക്യുലറാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഗവൺമെൻറ് ഹാസ് നോ റിലിജൻ എന്നാണ് അതിൻ്റെ ബ്രീഫ്.
ഗവൺമെൻറ്റിന് മതമില്ല, നാട്ടുകാർക്ക് മതമാവാം, മതമില്ലാതെയും ആകാം. അതാണ് നമ്മുടെ സെക്കുലറിസം. അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ മാത്രമല്ല ഇവിടെ ആക്ട് നിലവിലുണ്ടായിരുന്നു. 47 ഓഗസ്റ്റ് 15 സ്റ്റാറ്റസ് കോ എല്ലാ ആരാധനാലയങ്ങളെ സംബന്ധിച്ചും നിലനിർത്തണം. ആ സമയത്താണ് ഇതിൻ്റെ ഡിമോളിഷൻ നടന്നത്. ഡിമോളിഷൻ തെറ്റായിരുന്നു. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിമോളിഷൻ തെറ്റാണ്, തകർത്തത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സ്ഥലം ഇവർക്ക് കൊടുക്കുന്നു എന്നല്ലേ അവർ അത്ഭുതകരമായ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അതിൽ പൊളിറ്റിക്സ് ഉണ്ട്. അയോധ്യ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ അത് പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ വാസ്തവത്തിൽ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ കിടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് പോകരുതെന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ക്ഷേത്രത്തോടുള്ള വിരോധമല്ല, ഹിന്ദുയിസത്തോടുള്ള വിരോധമല്ല. ഒരു പള്ളി തകർത്തിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത് കൊണ്ട് അതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് ആഘോഷിക്കുന്നത് ശരിയല്ല. താങ്കൾ തന്നെ പല പ്രസംഗത്തിലും പറയാറുണ്ട്, ഇപ്പോഴും പറഞ്ഞു, മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റി കുറച്ചുകൂടി കടന്നിട്ട് പറയാറുണ്ട്. മതേതരത്വത്തെക്കാൾ വലിയ ക്യാൻവാസിൽ വരുന്നതാണ് ബഹുസ്വരത എന്ന് പറയാറുണ്ട്. അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ അതിനോട് കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറയാറുണ്ട്, ഹിന്ദുമതം ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് എന്നും പല പ്രസംഗങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. യു ആർ ഫ്രീ ടു ഡിസഗ്രി. ഈ ഉൾക്കൊള്ളൽ സാധ്യമായിരുന്നുവെങ്കിൽ ഹിന്ദുമതത്തിന് അത് കൃത്യമായ ഹൈറാർക്കിയിൽ നിലനിൽക്കുന്ന, ജാതി ശ്രേണിയിൽ നിലനിൽക്കുന്ന ഒരു മതമെന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ട ആ ഒരു സാംസ്കാരിക പരിസരം എന്ന് പറയുന്നത് കൃത്യമായ ഹൈറാർക്കി ഉള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് ഹിന്ദു എന്ന് പറയാൻ പറ്റുന്നത്? നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയനെ കുറിച്ചല്ല പറയണം. കോഴിക്കോട്ടെ അങ്ങാടി നടക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഇതാണ് ഹിന്ദുമതം എന്ന് കരുതുക, ഒരു മുസ്ലിം കാണിക്കുന്നത് തോന്നിയാസം കണ്ടിട്ട് ഇതാണ് ഇസ്ലാം എന്ന് ധരിക്കുന്നത് പോലെ ശരിയല്ല. മറ്റേത് പറയുമ്പോൾ നമ്മൾ ഒരു യൂട്ടോപ്യൻ വേൾഡിൽ നിന്നിട്ട് നമ്മൾ പ്രാക്ടിക്കലി അല്ലേ പറയാൻ പറ്റും. പ്രാക്ടിക്കലി പറയുമ്പോൾ ഹിന്ദു സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് ഒരു ബഹുസ്വരത അതിനകത്തുണ്ട്. അവർ തമ്മിലൊരു സംയമനമുണ്ടല്ലോ, ശൈവ വൈഷ്ണവ ഇങ്ങനെ. അതാണല്ലോ പറഞ്ഞത്. അതുപോലെ ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു മഹർഷി എന്നാണ് അവർ പറയുക. അങ്ങനെ ഒരു ധാരയുണ്ടല്ലോ അതിൽ. അപ്പോൾ ബഹുസ്വരത എന്ന് പറയുന്നത് ഞാൻ വലിയ ക്യാൻവാസിലാന്ന് പറയാൻ കാരണം വ്യത്യസ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരം, ആഹാര രീതികൾ, വസ്ത്രധാരണ രീതികൾ, ഇതൊക്കെയുള്ള ഭാഷകൾ, ഇതെല്ലാം ചേരുമ്പോഴാണ് ബഹുസ്വരത വരുന്നത്. മതേതരം എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു റിലിജൻ എലോൺ. അപ്പോൾ അതിനേക്കാൾ വലിയ ക്യാൻവാസ് മറ്റൊന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അത് ആരെയും ദ്രോഹിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ധർമ്മവും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഇയാളെ ടി.പി. രാമചന്ദ്രനെ കൊന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് പറയാമല്ലോ. നിങ്ങൾ യു ആർ ആസ്കിങ് സിമ്പിൾ തിങ്സ്. ശരിക്കും അല്ല, അതുപോലെയാണ് ഒരു ദളിതനെ, ഒരു സവർണ്ണ ദളിതനെ കൊല്ലുന്നതും സമീകരിക്കാൻ കഴിയുമോ? അല്ല, അതിപ്പോൾ ഞാൻ അതിന് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഞാൻ രാമായണവും മഹാഭാരതവും വ്യാഖ്യാനിക്കുന്നില്ല. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗുണദോഷങ്ങൾ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. ദറ്റ് ഈസ് ഫോർ മൈ സേക്ക് ഓഫ് ഇൻഫർമേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒരു മതം എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഒരു ഇടക്ക് ഇതൊന്നും ഉണ്ടായിക്കോട്ടെ. അതായത് ഡോക്ടർ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ള ടോക്കിൽ അത് വന്നില്ലേ അല്ലേ? നിങ്ങൾ ഈ ജാതിക്കെതിരായ സമരം നടത്തുന്നത് നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലമാക്കില്ല ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാതൃഭൂമി ഇല്ലല്ലോ, മാതൃരാജ്യം ഇല്ലല്ലോ എന്ന് അംബേദ്കർ പറഞ്ഞില്ലേ? അത്രയേ ഉള്ളൂ പോയി പറഞ്ഞത്. അത് ദാറ്റ് ഈസ് അതൊരു വേറൊരു ധാരയായിട്ട് പോകുന്നുണ്ട്. ജാതിക്കെതിരായിട്ടുള്ള, ജാതി സമ്പ്രദായത്തിനെതിരായിട്ടുള്ള ദളിതർ നടത്തുന്ന പ്രക്ഷോഭങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൽ സുന്നി മുജാഹിദ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് ഒരു ഹിന്ദു വന്ന് അതിൽ ഇടപെടാൻ പാടില്ല. അത് നമ്മൾ പോയിട്ട് നിങ്ങളിടയിൽ കണ്ടോ ഇങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാമോ? നമുക്ക് ജനറലി നമുക്ക് പറയാം നമ്മുടെ സംസ്കാരം അനുസരിച്ച് പാടില്ലാത്തതാണ്, വളരെ മോശമാണ്, സവർണ മേധാവിത്വം അധിക്ഷേപാർഹമാണ്, ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രം മുഴുവൻ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല. പാരമ്പര്യങ്ങളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാ പാരമ്പര്യവും നല്ല പാരമ്പര്യമല്ല, നല്ലതും ചീത്തതും ഒന്നും ധാരാളമായിട്ടുണ്ട്. ഗ്രാമീണ നിഷ്കളങ്കത എന്നൊക്കെ പറയില്ല, അത് മനുഷ്യനെ തല്ലി കൊല്ലുന്ന നിഷ്കളങ്കതയായിരുന്നല്ലോ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. ഒന്ന് പറയുമ്പോൾ മറ്റൊന്നും ഇല്ലാതാവുന്നില്ല. ഇസ്ലാമിനെ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഹിന്ദുമതത്തിന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ബഹുസ്വരമായ ആസ്പെക്റ്റുകൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇസ്ലാമിനുണ്ടായിട്ടുണ്ടോ? ഈ ബഹുസ്വരതയെ അംഗീകരിച്ചിട്ടുണ്ടോ? അല്ല, ഇസ്ലാമിന് ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഇപ്പോൾ സൗദി അറേബ്യ, UAE, ഈ രാഷ്ട്രങ്ങളിലൊന്നും മൈനോറിറ്റി ആയിട്ട് വരുന്ന 1%, 1.5% ഒക്കെ ഉള്ള ആളുകളെ ദ്രോഹിക്കുന്നില്ല, അവരോടൊരു പക്ഷപാതം കാണിക്കുന്നില്ല. നീതിനിഷ്ഠമായ ഭരണം നടത്താൻ വേണ്ടി അവരെ കൊണ്ട് സാധിക്കുന്ന മാതിരി അവർ ശ്രമിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ അധിക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, ഇവിടെ ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ ഇസ്ലാം തന്നെ പൂർണ്ണമായി പ്രാക്ടിക്കലായിട്ട് കൊണ്ടു നടക്കുന്ന രാഷ്ട്രങ്ങളെ കുറിച്ച് നമുക്കത് പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മതം എന്നുള്ള രീതിയിൽ തന്നെ. ഈ അവർ ഖുർആനൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം അത് നല്ലത് തോന്നിയാൽ വരാമല്ലോ. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, മതേതരമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ സമുദായ സംഘടനകളുടെ നേതാക്കൾ ഇതിനെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. മതപരമായ കാര്യങ്ങളിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, പെറ്റിയായ ഇഷ്യൂസിൽ രാഷ്ട്രീയത്തിനെ പോലും നിയന്ത്രിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മതസംഘടനകളും മുസ്ലിം ലീഗും തമ്മിലുള്ള ചില്ലറ തർക്കങ്ങൾ, വഴക്കുകൾ, അതൊന്നും ഇത്ര എക്സാജറേറ്റ് ആയി പറയത്തക്ക രീതിയില്ല. ഇതിന് ഡെപ്തില്ല, ചെറിയ കുരുട്ട് കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, ഒരു ഡെപ്തുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവരായിട്ടില്ല, അവർക്ക് നമ്മളോടും ഇല്ല. ചെറിയ ചെറിയ കുന്നായ്മകളാണ് ഈ കൊണ്ടു നടക്കുന്നത് ഈ തർക്കങ്ങളൊക്കെ. എനിക്ക് ഇല്ല, ആരാരെ നിയന്ത്രിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇത് കാരണം ഈ സമസ്ത, മുജാഹിദ് സംഘടനകൾ, എല്ലാ സംഘടനകളും ദേ ആർ ഫ്രീ. അവർക്ക് അവരുടെ ആശയങ്ങളും അവരുടെ പ്രവർത്തനത്തിനും സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം ലീഗിന് സ്വാതന്ത്ര്യം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്, സംസാരിക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് പറയാണ്, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സമസ്ത അവരുടെ ഒരു റിലീജിയസ് ഫീൽഡിലാണ് അല്ലേ, ഒരു മതപരമായിട്ടുള്ള നിബന്ധനകളനുസരിച്ച് മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നായിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം ഭൗതികമായിട്ടുള്ള സമ്പത്തും സൗകര്യങ്ങളും നല്ല രീതിയിൽ ഈക്വലായിട്ട് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്സിൻ്റെ. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ക്യാൻവാസാണ്, ഹ്യൂമൻ ഒരു വലിയ ക്യാൻവാസാണ് അല്ലേ. ഹ്യൂമൻ എന്ന് വരുമ്പോൾ ഇൻ്റർനാഷണൽ എന്നൊക്കെ നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകത്തിന് തൽക്കാലം സൗകര്യത്തിന് വിസ്മരിക്കുകയാണ്. അങ്ങനെയല്ലേ ഹ്യൂമൻ കാര്യങ്ങൾ. അപ്പോൾ ഈ റിലീജിയൻസൊക്കെ വാസ്തവത്തിൽ ഞാൻ പറയുന്നത് വേൾഡ് ഹ്യൂമാനിറ്റിക്ക് മൊത്തമുള്ളതാണ്. ഈ പ്രത്യയശാസ്ത്രങ്ങളും ഈ മതങ്ങളും ഒക്കെ ഉള്ളത്. ഇപ്പോൾ മഹാഭാരതം, രാമായണം, ഇതിഹാസ പുരാണങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ, വേദങ്ങൾ, ഇതൊക്കെ ഒരു ഹ്യൂമൻ, അതുപോലെ ബൈബിൾ, ഖുർആൻ, ഇതൊക്കെ മനുഷ്യവംശത്തിന് മൊത്തമായിട്ടുള്ളതാണ്. അവർക്കത് മനസ്സിലാക്കാം, സ്വീകരിക്കാം, നിരാകരിക്കാം, ദേ ആർ ഫ്രീ. പൊളിറ്റിക്സ് അങ്ങനെയല്ലല്ലോ, ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ പ്രവർത്തിക്കുന്നു. സംഗതി ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് ഭൂമിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആർക്കും നിഷേധിക്കാതിരിക്കുക, ഇതല്ലേ രാഷ്ട്രീയം ശരിക്ക്. ആ രാഷ്ട്രീയക്കാരനായ ഒരാൾക്ക് ഏത് മതസ്ഥനും ആകാം. അപ്പം മുസ്ലിം ലീഗിൽ കൂടുതൽ മുസ്ലിങ്ങളാണ്. സ്വാഭാവികമായും മുസ്ലിം സംഘടനകളിട്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ബന്ധം അത് നിലനിർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ വേറെ മതസ്ഥരുണ്ടല്ലോ. പക്ഷേ ഇത്ര വിശാലമായിട്ടുള്ളൊരു തലം ഈ സമസ്ത ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കാണാൻ കഴിയില്ല. അതിൽ പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ ഈ പാണക്കാട് കുടുംബത്തിനോടുള്ള അതിൻ്റെ ആധിപത്യപരമായിട്ടുള്ള സ്വാധീനത്തോടുള്ള ഒരു അസഹിഷ്ണുത സമസ്തയിലുണ്ടെന്ന് പറയുന്നു. പിന്നെ ആചാരങ്ങളും വിശ്വാസങ്ങളിലുള്ള യാഥാസ്ഥിതികതയുമായിട്ട് ബന്ധപ്പെട്ട് തർക്കമുണ്ട്. PMA സലാം പറഞ്ഞ പോലെ സമസ്തയിൽ സഖാക്കളുണ്ട് എന്നുള്ളൊരു ആരോപണം തന്നെയായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഈ സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നത എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞു, സമസ്ത, മുജാഹിദ്, ഈ സംഘടനകളൊക്കെ ഫ്രീ ആണ്. അവരൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്
മൂല്യനിരാസത്തിനെതിരായി പ്രവർത്തിക്കുക, നല്ല സ്വഭാവ സവിശേഷതകളുള്ള കുടുംബവും സമൂഹം ഉണ്ടാക്കുക, അവർക്ക് അവരുടെ ഈ ലൈഫ് നല്ലതായി കഴിഞ്ഞാൽ അവർക്ക് അപ്പുറത്തും ഒരു പ്രതിഫലമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇത്രയൊക്കെയാണ് അവരുടെ ഫീൽഡ്. നമ്മളെ ഫീൽഡ് വേറൊന്നാണ്. അപ്പോൾ സലാമിന് ഇതിനകത്ത് സഖാക്കളുണ്ട് അങ്ങനെ പറയാമല്ലോ. അങ്ങനെ പറയണതിൽ ഇപ്പം എന്താ കുഴപ്പം? ഇനിയിപ്പോൾ അതിലൊരു സഖാവിനെ കണ്ടാലും ആ സഖാവിനെ അതിൽ നിലനിർത്തണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് സമസ്തയല്ലേ. ആ സഖാക്കളാണ് കുഴപ്പക്കാരെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സഖാക്കൾ പൊതുവെ കുഴപ്പക്കാരാണെന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ശരി, അവർ സമസ്തയിൽ ചെന്ന അതിന്റെ സ്വഭാവം അവിടെ കാണിക്കും അല്ലേ. അപ്പൊ അത് ശരിയാണ് അല്ലേ? PMA സലാമിന്റെ ആരോപണത്തെ തന്നെ ശരിവെക്കുന്നത്. PMA സലാം പറഞ്ഞതിന് ഞാൻ ശരിവെക്കല്ല. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഒന്ന് വ്യാഖ്യാനിച്ചതാണ്. ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അയോധ്യയുടെ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടില്ലായിരുന്നു? കോൺഗ്രസിന് ചിലപ്പോ അങ്ങനെ വിശ്വാസപരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ബ്രോഡായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷെ ബ്രോഡല്ലല്ലോ, വിശ്വാസപരമായ പ്രശ്നമാണോ അയോധ്യയിലെ രാമക്ഷേത്രം? അതല്ല, ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അതല്ല. കോൺഗ്രസിന് ഇങ്ങനെ ഒരു ക്രൈസിസിൽ പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന കുറച്ചുകൂടി ജനാധിപത്യ മൂല്യങ്ങൾ വെച്ചോണ്ടാണ്. അത്രേ ഉള്ളൂ. കുറച്ചും കൂടി മൂല്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അല്ല, അഭിപ്രായം പിന്നീട് മാറ്റം ചെയ്തല്ലോ ചെറിയ തോതിലൊന്ന്. അത് ഈ രാഷ്ട്രീയത്തിലും മതപ്രവർത്തനത്തിലും ഒക്കെ നിൽക്കുമ്പോൾ ഞങ്ങളെ ഇടക്കിടക്ക് മാറ്റവും തിരുത്തും. മാധ്യമ പ്രവർത്തകർ എത്ര മാറി അല്ലേ. ഇന്നലെ ഇപ്പോ ലീഗുമായിട്ടുള്ള ബന്ധം തുടരുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമസ്ത CPM-നോട് അടുക്കുന്നു, സർക്കാരിനോട് അടുക്കുന്നു എന്നുള്ള പേടി ലീഗിന് നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ മുസ്ലിം ലീഗിനില്ല. ഞാനതാ പറഞ്ഞു, ഇതൊരു ഡീപ്പായിട്ടുള്ള ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു ഇഷ്യൂ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അതായത് ഗവൺമെന്റ് മാറുമ്പോൾ ഒരു രാഷ്ട്രീയത്തിലോ മതത്തിലോ എല്ലാ പൗരന്മാർക്കും അവരുടെ ഗ്രീവൻസസ് ഗവൺമെൻറ്റിനെ അറിയിക്കാം അല്ലേ. മാറിയ ഗവൺമെൻറ്റിലാണ് അറിയിക്കുക. എന്നും ഒരേ കലക്ടർ അല്ലല്ലോ. നമ്മൾ കോഴിക്കോട് ഒരാവശ്യം വന്നാൽ എന്നും ആരാണോ കലക്ടർ ആ പദവിയിലിരിക്കുന്ന അയാളെ പോയി കാണില്ലേ. അതേമാതിരി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, പ്രധാനമന്ത്രി ഇദ്ദേഹമാണ്, നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആളുകൾ സിറ്റിസൺസ് അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരുടെ അടുത്താണ് അത് പരിഹരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്യൂസൊക്കെ പറയാം. സമസ്ത അങ്ങനെ ഇഷ്യൂസ് ഇപ്പോൾ പറയേണ്ടത് ഈ കേരള ഗവൺമെൻറ്റിനോടായതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റാണോ അല്ലേന്ന് നോക്കാതെ അവർ പറയുന്നതായിരിക്കും. അതിന് ലീഗിനൊരു വെറിയില്ല. ലീഗ് ഗവൺമെൻറ് ആകുമ്പോൾ ലീഗിൻ്റെ അടുത്ത് തന്നെയാണ് അവർ വന്നിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ സമസ്തയുടെ ഈ നിലപാട് പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെയുള്ളൊരു അവലോകനങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ തവണ താനൂരിൽ മാത്രം വറിയിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. താനൂരിൽ PK ഫിറോസ് തോറ്റത് ഈ സമസ്തയിലെ സഖാക്കൾ കാരണമാണെന്നുള്ളൊരു വിശദീകരണം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇത്തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലം സമസ്ത ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ലീഗിനെ സംബന്ധിച്ചൊരു കടമ്പയാകും. ആ ഒരു ഉത്കണ്ഠ മാധ്യമപ്രവർത്തകർക്ക് നല്ലതാണ്. കാരണം ഒരു അറിയാനുള്ളൊരു ആഗ്രഹം. അത് മാധ്യമപ്രവർത്തകരുടെ ഉത്കണ്ഠ മാത്രമാണോ? അതിനകത്തില്ലേ? ലീഗിനകത്ത് അങ്ങനെ ഒരു ഉത്കണ്ഠയില്ല. ഒരു കുഴപ്പമില്ല ഇവിടെ. അതൊക്കെ സുഖമായിട്ട് ഞങ്ങൾ ജയിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ, സർക്കാർ അധികാരമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നേതൃത്വമായിട്ടുള്ളൊരു ബന്ധം നിൽക്കും. അതിപ്പോ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ആണെങ്കിലും ഇവിടെ പിണറായി വിജയൻ ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും ഒക്കെ ആ ഒരു ബന്ധം നിലനിർത്തും. അതിന് പുറത്ത് പാർട്ടി പരിപാടിക്കല്ലാതെ വരുന്ന ഒരു നരേന്ദ്രമോദിയുടെ ചടങ്ങിൽ ശോഭന എന്ന് പറയുന്ന നടിയും നർത്തകിയുമായിട്ടുള്ള അവർ പങ്കെടുത്തതിനെതിരെ വലിയ വിമർശനം സാംസ്കാരിക ലോകത്ത് നിന്ന് ഉണ്ടായി. താങ്കൾക്കും സമാനമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് RSSന്റെ ഒരു കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുകയും അതിനെ ലീഗിനകത്ത് നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തോട് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെയല്ല അതിന് പുറത്ത് സാംസ്കാരിക സംഘടനകൾ പാർട്ടി പരിപാടികളിലും ഇത്തരത്തിൽ പങ്കെടുക്കുന്നതെന്നുള്ള, കാരണം അത് അതിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്നു, അതിന് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു, ആ രാഷ്ട്രീയത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ എൻഡോസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇത്രയും ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയത്? അത് തീർന്നില്ലേ ആ വിഷയം? അല്ല, ഞാനൊരു പാർട്ടിക്കല്ലേ വിശദീകരണം കൊടുത്തിട്ടുള്ളൂ, പൊതുസമൂഹത്തിന് പുറത്തുനിന്ന് ആരും ചോദിച്ചില്ല. യു ആർ സോ ലൈറ്റ്. നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ പറയായിരുന്നു.
എന്നാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ശോഭനയുടെ ഇഷ്യൂയും കൂടെ കണക്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് അപകടകരമാവുന്നതെന്ന് പറയാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. അല്ല, അത് അവർക്ക് ഒരു എന്താ ഒരു അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ക്രിറ്റിസിസം കറക്റ്റാണ്, അതിന് തെറ്റൊന്നുമില്ല. മതിയല്ലോ. അതല്ല, അപ്പൊ താങ്കൾ അന്ന് കേസരിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ഇത് ഫലം ഉണ്ടാവുമല്ലോ, അവർക്കും സ്വീകാര്യത ഉണ്ടായി കൊടുക്കുമല്ലോ. അതല്ലേ പാർട്ടിനോട് വിശദീകരണം ചോദിച്ചു, ഞാൻ മറുപടി കൊടുത്തതും ഇപ്പൊ ഞാനൊരു കുഴപ്പമില്ല ഇരിക്കുന്നത്. ഇപ്പം ഈ സമസ്ത ലീഗ് തമ്മിലുള്ള അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു സമീപനം ഉണ്ടല്ലോ, അത് മുമ്പത്തെ ശിഹാബ് തങ്ങളുടെ കാലത്ത് നിന്നോ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത് നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സംഘടനാപരമായിട്ടുള്ളൊരു സമവായത്തിൻ്റെ തലം വിട്ടിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുറേയും കൂടിയും കർശനമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഫലമാണെന്നുള്ളൊരു പൊതുവെ അങ്ങനൊരു അഭിപ്രായമുണ്ട്. ആർക്ക്? പൊതുവെ ഈ തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അഭിപ്രായമാണ് അത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഈ സോ ബ്രോഡ് ഇതുവരെയുള്ള പാണക്കാട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാർ ഈ കാലം അത്രയും സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഒരു ശരിക്ക് പാർട്ടി അദ്ദേഹം ശരിയായ ദിശയിൽ നയിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ബ്രോഡാണ്, കുറച്ചും കൂടി ഇൻഫോംഡാണ്, കുറച്ചും കൂടി ലോക സാഹചര്യങ്ങളെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ധാരണയുള്ള ആളാണ്. വളരെ നല്ല രീതിയിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. മറ്റു ക്രിറ്റിസിസത്തിനൊന്നും അർത്ഥമില്ല. പിന്നെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരെ കമ്പയർ ചെയ്ത് ലെനിനും ഇയാളൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുക, അതൊക്കെ ഇപ്പോൾ ലെനിനെ പോലെയല്ല സ്റ്റാലിൻ, സ്റ്റാലിനെ പോലെയല്ല ക്രുഷ്ചേവ്, കോൺസ്റ്റൻറ്റൈൻ, ചെർണങ്കോ, ബ്രഷ്നേവ് എന്നൊക്കെ പറഞ്ഞാൽ കിം ഉൽ സുങ്ങിനെ പോലെയല്ല മറ്റേ കിം ജോങ് ഉൻ എന്നൊക്കെ പറയാവുന്നതാണ്. അത് അങ്ങനെ കമ്പയർ ചെയ്യണതിൽ വല്ല അർത്ഥമുണ്ടോ? ബട്ട് കൊറിയ ഇപ്പം നയിക്കുന്നത് കിം ജോങ് ഉന്നാണ്. ഈ ലെനിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അവിടെ ആരുമില്ല, പുടിനാണ് അല്ലേ? അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിനും കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിമാർ അച്യുതമേനോൻ ഉണ്ടായിരുന്നു, അതുപോലെ നായനാരുണ്ടായിരുന്നു, കരുണാകരനുണ്ടായിരുന്നു, ഇപ്പോൾ ഇദ്ദേഹമുണ്ട്. അവരൊക്കെ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. കോൺഗ്രസ്സിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പം വേറൊരു ഗാന്ധിയാണ്. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ കോൺഗ്രസിന് വി.ഡി. സതീശനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ മഹാത്മാഗാന്ധിയിൽ നിന്ന് വളരെ അറിയുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് നോ മീനിങ്. ഞാൻ എൻ്റെ വാപ്പയെക്കാളും വ്യത്യസ്തനാണ്. എൻ്റെ വാപ്പ മതപണ്ഡിതനായിരുന്നു, അലവി മുസ്ലിയാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാപ്പ കുഞ്ഞുമൊയ്തീൻ മൊല്ലാക്കയായിരുന്നു, മൂപ്പര വാപ്പ അലവി മൊല്ലാക്കയായിരുന്നു. എൻ്റെ വീട്ടിനകത്ത് ദർസൊക്കെ നടന്നിരുന്നു. പള്ളിയിൽ അന്ന് ദർസില്ല, മതപഠനം എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് മദ്രസയിലെ കാര്യങ്ങൾ ഓതി പഠിക്കുമ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വാപ്പയും 8-10 കുട്ടികളും ഇങ്ങനെ, ഇപ്പം നിങ്ങളെ വാപ്പായെ പോലെയല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ. അത് മഹാത്മാഗാന്ധിയോട് തന്നെ ഈ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, അങ്ങയുടെ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നുണ്ടല്ലോ എന്ന്. ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ അവസാനം പറഞ്ഞതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ കൊല്ലും പറയണതല്ല. തീവണ്ടിക്കെതിരായിരുന്നു, പോസ്റ്റൽ സിസ്റ്റത്തിനെതിരായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ തീവണ്ടി യാത്ര ചെയ്ത് ഒരുപാട് കത്തെഴുതിയൊക്കെ ചെയ്ത ആളല്ലേ. അപ്പോൾ അതിലൊരു സംഗതിയുള്ളത് എന്താ വെച്ചാൽ, കേസരിയല്ലേ പറഞ്ഞത്, അഭിപ്രായം വിലക്കിയല്ല ആണല്ലേ. ഇപ്പോൾ നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾക്ക് വളരെ മാറ്റം വന്നു. അഭിപ്രായം മാത്രം മാറാണ്ടിരുന്നാൽ, ഇപ്പോൾ ചിലരെ പറ്റി നമ്മൾ പറയുമല്ലോ നിലപാടുകളുടെ രാജകുമാരൻ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ ന്യൂ സിറ്റുവേഷൻ എന്നാണ്. അങ്ങനെ ഒരാൾക്ക് നിലപാടുകളുടെ രാജകുമാരനായിരിക്കാൻ സാധ്യമല്ല. നിലപാടുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എവിടത്തെ മാറി വന്നതിന് ശേഷം ഇല്ലേ, നമ്മൾ റിവോൾവിങ് റൗണ്ട് സണ്ണല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ മനുഷ്യരും സിറ്റുവേഷൻസും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP, ഞാൻ 1992 ബാബരി മസ്ജിദ് ഡിമോളിഷ് ചെയ്യുന്നതിന് മുമ്പ് കുറ്റിപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനത്തിൽ ഫാസിസത്തിനെതിരെ ജനശക്തി പറഞ്ഞൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു പേജിൽ ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പ്രിൻ്റഡ് കോപ്പി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന്, ഇങ്ങനെ പോയാൽ ഇന്ത്യയുടെ ഭരണം BJP ഏറ്റെടുക്കും. ഈവൻ ബിഫോർ ദ ഡിമോളിഷൻ ഓഫ് ബാബരി മസ്ജിദ് 2 സീറ്റ് അവർക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് ദേശീയ മുന്നണിയും മണ്ഡൽ കമ്മീഷനും VP സിംഗും കോൺഗ്രസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ
അന്ന് അങ്ങനെ നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രഡിക്ഷന് സാധിക്കുന്നത് പിന്നെ രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ സാധിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ മാറിയില്ലേ, അവർ വന്നു, ശക്തിപ്പെട്ടു, എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. വാജ്പേയിയുടെ രീതിയിലാണോ ഇദ്ദേഹം ഭരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ സിറ്റുവേഷൻസ് ആർ ചേഞ്ചിങ്, വേൾഡ് ഈസ് ചേഞ്ചിങ്, നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പ്രത്യയശാസ്ത്രങ്ങളിലും പാർട്ടികളിലും പ്രായോഗികതയിലും ജീവിതത്തിലും ചലനാത്മകതയാണ്. ചലനം തന്നെയാണ് പദാർത്ഥം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ആ ചലനാത്മകമായ ഈ സമൂഹത്തിൽ അതിൻ്റെ കൂടെ ചലിക്കുകയും അതിൽ നല്ലതും ചീത്തതും ഐഡൻറ്റിഫൈ ചെയ്ത് യഥോചിതം മുന്നോട്ട് പോവുക അല്ലാണ്ട് ഒരു മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ കുറ്റിയടിച്ച പോലെ ഞാൻ പണ്ട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ ഇവൻ ലോകത്ത് പുതുതായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിലേ മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിലാണല്ലേ അങ്ങനെയാണെങ്കിൽ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ മുസ്ലിം ലീഗിനകത്ത് പുരോഗമന മുഖമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരാളുമാണ്. മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലേക്ക്, അധികാര രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെങ്കിലും സ്ത്രീകൾ എന്ന് പറയുന്നത് വന്നിട്ടേ ഇല്ല. വളരെ നോമിനലായിട്ടുള്ള 2-3 സ്ത്രീകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സീറ്റിലെങ്കിലും മുസ്ലിം ലീഗ് നിർത്തി മത്സരിപ്പിച്ചിട്ടുള്ളത്. 91 ഹരിത രൂപീകരിക്കുന്നു, സ്ത്രീകളുടെ ആവശ്യങ്ങൾ ഇതാക്കാൻ വേണ്ടി. ഈ അടുത്ത കാലത്ത് മലപ്പുറത്തും കോഴിക്കോടും കേന്ദ്രീകരിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകള്, പെൺകുട്ടികള്, ഹരിതയിൽ നിന്ന് വന്നിട്ടുള്ള പെൺകുട്ടികളുടെ സംസാരമൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള പൊളിറ്റിക്സ് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും സംസാരിക്കുന്ന പെൺകുട്ടികളാണ്. അവര് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരാളെ പറ്റി ഒരു ലൈംഗിക ആരോപണ ചുവയുള്ള ഒരു ആരോപണം ഉന്നയിച്ചു പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനെ മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട ഒരു രീതി കൃത്യമായ മതബദ്ധമായിരുന്നു, പാട്രിയാർക്കലായിരുന്നു. ഇതിനോട് പുരോഗമന മുഖമുള്ള താങ്കൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ എനിക്കൊരു പുരോഗമന മുഖം ആദ്യം വെച്ച് തന്നതാണ് ഈ പ്രശ്നം. മതം മാത്രം ഭരിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മതത്തിന് മാറ്റം വരുന്നില്ലേ? എത്രയോ വന്നിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ സ്ത്രീകളുടെ പിന്നെ കോളേജസ് ഒന്നും മതങ്ങൾ നേരത്തെ നടത്തില്ലായിരുന്നു. ഇപ്പൊ സ്ത്രീകളുടെ കോളേജസ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ മുസ്ലിം ലീഗാണ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ എന്നും ശ്രമിച്ചിട്ടുള്ള. മറ്റുള്ളവരുടെ ചെയ്തതിനെ ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് ആസ് എ പാർട്ടി ഭരണത്തിലുണ്ടാകുമ്പോഴൊക്കെ യൂണിവേഴ്സിറ്റികൾ, കോളേജസ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജ് ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ്, തിരുരങ്ങാടി PSM കോളേജ്, ഫാറൂഖ് കോളേജ് തുടങ്ങിയ കോളേജുകളിലൊക്കെ യൂണിയൻ ഇനാഗുറേഷനൊക്കെ പോയാൽ ഒരു 2000 കുട്ടികൾ മുമ്പിലിരിക്കുകയാണെങ്കിൽ 1700 സ്ത്രീകളായിരിക്കും, ഒരു 300 ആൺകുട്ടികളുണ്ടായിരിക്കുള്ളൂ. എത്ര പെൺകുട്ടികളാണ് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഭിഭാഷകന്മാർ, IAS. വി ആർ പ്രൗഡ് ഓഫ് ദം. പ്രശ്നം അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ധാരാളമായി കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. 35 ലക്ഷം കുട്ടികൾ വിദേശത്തുണ്ട്, മലയാളികൾ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഉക്രൈനിൽ പോലും നമ്മൾ മുസ്ലിം പെൺകുട്ടികളെ ബങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ എവിടേക്ക് എത്തിയവർ? ആ എഡ്യൂക്കേഷനൊക്കെ അവർക്ക് കൊടുക്കുന്നതിൽ മുസ്ലിം ലീഗ് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിലേക്ക് പ്രവേശനമില്ല എന്നുള്ള അതാണ് എൻ്റെ ഒരു മുസ്ലിം ലീഗിലാണ് ഇവരൊക്കെ, അല്ല നേതൃത്വത്തിലേക്ക് വരാനാണ് ഇവരൊക്കെ. മറ്റേ നമ്മൾ ബങ്കറിന്നൊക്കെ പെൺകുട്ടികൾ പുറത്തേക്ക് വരുന്നേ കാണുന്നത്. പക്ഷെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുമോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ കൂടുതൽ സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നോട്ട് ഓൺലി മുസ്ലിം ലീഗ്. അത് ഈ നരേന്ദ്രമോദി പാസ്സാക്കിയ ഈ അടുത്ത കാലത്തൊന്നും വരാനിടയില്ലാത്ത വനിതാ സംവരണം ഉണ്ടല്ലോ, അടുത്ത കാലത്തൊന്നും അത് വരാൻ വേണ്ടിയല്ല, തത്വത്തിൽ പാസ്സാക്കി. അഗ്രീഡ്. മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ നടപ്പിലാക്കും, യാതൊരു സംശയമില്ല. ഞങ്ങളായിട്ട് അതിനെ എതിർക്കൂല. അതല്ല, പാർട്ടി ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവല്ലേ, അത് മുസ്ലിം ലീഗ് എന്നല്ല, ഇതെല്ലാം മാറ്റങ്ങളെല്ലാം ആരംഭിക്കേണ്ടത് ലീഗിൽ നിന്നാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അല്ല, ലീഗ് മാറ്റത്തോടൊപ്പം ഉണ്ടാവും. ഞങ്ങളുടെ പരിമിതമായ സീറ്റുകൾ വെച്ച് ഞങ്ങൾ സ്ത്രീകൾ ലീഗിനൊരു മാതൃക കാണിച്ചൂടെ? അങ്ങനെ ഇപ്പോൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മാത്രമായിട്ടൊരു മാതൃക കാണിക്കാൻ സാധ്യമല്ല. ധാരാളം സ്ത്രീകൾക്ക് അവസരങ്ങൾ ലീഗ് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. പാർട്ടിക്കകത്തും കൊടുക്കും, പുറത്തും കൊടുക്കും. ഹരിത പെൺകുട്ടികളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപമില്ല. അവരൊക്കെ ഇപ്പോഴും ലീഗിൻ്റെ കൂടെയാണ്, ഒരു കുഴപ്പമില്ല. അതൊന്നും
കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലി ഞാൻ പറയുന്നത് സ്ത്രീകളെ ഈ പൊളിറ്റിക്കൽ ജനപ്രതിനിധികളാക്കുന്നത് ഒരു കാര്യം, സർക്കാർ ഉദ്യോഗങ്ങളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും 50% സ്ത്രീക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. 50%. അത് ലീഗ് നടപ്പിലാക്കുമെന്ന് ചോദിച്ചാൽ ലീഗ് എന്ന പാർട്ടിക്ക് വേണ്ടിയല്ല ഞാൻ അത് മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ സംസ്ഥാന സെക്രട്ടറി ഒന്നുമല്ല. ലീഗിന് അതിന് എതിർപ്പൊന്നുമില്ല. ധാരാളം ഈ സ്ത്രീകളെ നമ്മൾ ഇപ്പോൾ നാരീശക്തിയുടെ ഇപ്പോൾ തെളിഞ്ഞല്ലോ, ബിൽക്കീസ് ബാനുവിൻ്റെ വന്നപ്പോൾ ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞ നാരീശക്തി ഗ്യാരണ്ടി. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ എല്ലാ പാർട്ടികളും തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. മുസ്ലിം ലീഗ് ഉൾപ്പെടെ അത് ചെയ്യാൻ ശ്രമിക്കും. മറ്റു പാർട്ടികളിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ ലീഗിനുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മതബദ്ധമാണ് എന്നുള്ളതാണ് വിമർശനം. അങ്ങനെ ഒരു ഇല്ല, അതിൻ്റെ തടസ്സമൊന്നുമില്ല. മതബദ്ധമായിട്ടുള്ള കാര്യങ്ങളും തടസ്സങ്ങളും ഒന്നും അതിനകത്തില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ 4ാമത്തെ തവണയാണ് ഹസീന ജയിച്ചത്. പാകിസ്ഥാനിൽ ബനസീർ വോട്ട് വഹിച്ച്. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ ലുക്ക് ഔട്ട് ടോട്ടലായിട്ട് ലോകം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ളത് ഏതോ ആഫ്രിക്കൻ രാജ്യത്ത് എവിടെയാണെന്നാണ് ഞാൻ കണ്ടത്. ഈ പറഞ്ഞ അമേരിക്കയിലില്ല, ഇംഗ്ലണ്ടിലില്ല, കാനഡയിലില്ല, ഒരു രാജ്യങ്ങളിലും ഇല്ല. പാവപ്പെട്ട ശ്രീലങ്കക്കാർക്കാണ് ഭണ്ഡാരനായകയും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നത് ഇല്ലേ. ചന്ദ്രിക കുമരതുംഗെ, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഉണ്ടായതുപോലെ തന്നെ അതേമാതിരി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടായത്. അതൊക്കെ ഇസ്ലാമല്ലേ അവിടെയൊക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് അതിന് തടസ്സമൊന്നും, ഞങ്ങൾക്ക് ചെറിയ സീറ്റല്ലേ ഉള്ളൂ, കുറച്ച് സീറ്റല്ലേ ഉള്ളൂ. ആ സീറ്റിനകത്ത് ഇതൊക്കെ നോക്കി വരുമ്പോൾ ആണുങ്ങൾ തന്നെ ധാരാളമായിട്ട് സജീവമായി ഇരിക്കുന്നതുകൊണ്ട് സംവരണം വരട്ടെ. വി ആർ റെഡി. ഞങ്ങൾ സംവരണത്തെ എതിർത്തിട്ടില്ലല്ലോ. നമ്മളിപ്പോ പഞ്ചായത്തിൽ സംവരണം ഉണ്ട്. എത്ര മുസ്ലിം സ്ത്രീകളുണ്ട്? മുസ്ലിം ലീഗുകാർ എത്ര പേരുണ്ട്? ഈ നമ്മളിപ്പോൾ ഒരു അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മൾ എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് നോക്കുമ്പം എല്ലാവർക്കും ചോദിക്കുന്ന ഞങ്ങൾക്കുണ്ട് പ്രതിസന്ധി, ഉത്തരം പറയുന്ന പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ താങ്കൾക്കുണ്ട് പ്രതിസന്ധി ഇല്ലേ? അല്ല, എന്നാലും നമ്മൾ ഈ പറയുന്നത് ഇപ്പം ബി ജെ പിയുടെ ഒരു വലിയ സ്ട്രാറ്റജിയാണ്. നമ്മൾ പറഞ്ഞില്ല 1992 താങ്കൾ പിന്നെ ഇങ്ങനെ വരാൻ പോകുന്നു എന്നുള്ള സാധനം ഒരു പ്രഡിക്റ്റീവായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് വലിയ പദ്ധതികൾ കൂടി തന്നെ അതെത്തി ഏതാണ്ട് അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിൻ്റെ ഒരു പൂർണ്ണഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പം ബി ജെ പി. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജിയോട് മല്ലിടാൻ അല്ലെങ്കിൽ അതിനെ എതിരിടാനുള്ള ഒരു എതിർവശം വെക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പുറത്തുള്ള വലിയ സെക്യുലർ ഏകോപന മുന്നണികൾക്കൊന്നും തന്നെ സാധിക്കാത്ത ഒരു നിരാശാജനകമായ ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ പറഞ്ഞ ഇന്ത്യ എന്നുള്ളതൊരു ഒരു വലിയൊരു റെയിൻബോ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെങ്കിലും അടുത്ത ഇലക്ഷനുകളിൽ മുന്നോട്ട് വെക്കാനുണ്ടാവുമോ? കേരളത്തിൽ ഫസ്റ്റിൽ ഒരു കാരണവശാലും ഒരു ബി ജെ പി ജയിക്കരുത്, ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കരുത്, ഒന്നാമത്തെ കാര്യം. 2, സാധ്യമാകുന്ന അത്ര ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുക. ഇതാണ് ഞങ്ങളുടെ പോളിസി. ഐക്യമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുക പറഞ്ഞാൽ CPM-നെ ഇടതുപക്ഷത്തെ ഇവിടെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പോളിസി. പക്ഷേ നിങ്ങളുടെ ചോദ്യം വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ സ്വാഭാവികമായും ആ ഒരു വിഷമസ്ഥിതി ഇന്ത്യ മുന്നണിക്കുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ അതിന് ശക്തി പ്രാപിക്കാൻ ആയിട്ടില്ല. ഇപ്പോൾ ഏതായാലും സീറ്റ് വിഭജന ഡിസ്കഷനൊക്കെ തുടങ്ങിയത് കാത്തിരുന്ന് ആശയക്കുഴപ്പത്തിലാണ്. അത് ഉണ്ടാവും, കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാവും. എങ്കിലും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരുപാട് വൈതരണികളെ മറികടക്കേണ്ടതുണ്ട്. ഈ വിചാരിച്ചതുപോലെ നമ്മൾ പറയുന്നത് പോലെ എളുപ്പമല്ല. കാരണം വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ, വ്യത്യസ്ത ബന്ധങ്ങൾ, വ്യത്യസ്ത താല്പര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള എല്ലാം വൈവിധ്യമാർന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രാദേശിക പാർട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ ആ പ്രാദേശിക പാർട്ടികളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഒരു ചെറിയ ടാസ്ക് അല്ല. അതിൻ്റെ ഒരു സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കാവുന്ന അത്ര അനുവദിച്ചു കൊടുത്താലും വളരെ ശുഭാപ്തി വിശ്വാസത്തിനുള്ള സമയം ആയിട്ടില്ല. പക്ഷേ എന്നാലും ആ പ്രോസസ് ഈസ് കണ്ടിന്യൂയിങ് എന്നുള്ളൊരു സന്തോഷം ഇവിടെ ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് കാണുന്നത് ഈ
കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൂടുതൽ എല്ലാ ഘടകകക്ഷികളും ശക്തിപ്പെടണമെന്നാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ മാത്രം പോരാ, നമുക്ക് അതിനായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കക്ഷികളും ശക്തിപ്പെടണം. പിന്നെ ശത്രുവിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ നമ്മുടെ ശക്തി ദൗർബല്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വേണ്ടത്ര അതിനെക്കുറിച്ച് അവെയറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ആരെയാണ് നേരിടുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചും കൂടി അവെയർനെസ് ഇന്ത്യ മുന്നണിക്ക് പൊതുവെ ആവശ്യമാണ്. നമ്മൾ വലിയൊരു സാമ്പത്തിക ശക്തിയെയും പ്രബലമായ ഒരു ഇൻ്റർനാഷണലായിട്ടുള്ള റിലേഷൻസും ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു ശക്തിയോടാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അത് ഒരുപാട് അവരെ അത്രയും വലിയ ശക്തിയാണ് അവരെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ പറയുക BJP ഒരിക്കലും തോൽപ്പിക്കാനാവാത്ത വിധം ശക്തമാണ് KN ഖാദർ. അപ്പോൾ BJP ഒരു കാലം തോൽക്കില്ല എന്നാണ്. അതല്ല, പക്ഷേ നമ്മുടെ ശത്രു ആരാണ്, ആ ശത്രുവിന് എത്ര ശേഷിയുണ്ട്, അതിൻ്റെ സമ്പത്ത് എത്രയാണ്, ആ സമ്പത്തിനൊന്നും മറികടക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഒരിക്കലും കഴിയില്ലല്ലോ. അങ്ങനെ അവരുടെ റിലേഷൻസ്, ഇസ്രായേൽ റിലേഷൻ, അമേരിക്കൻ റിലേഷൻ, CIA, മൊസാദ്, അവരുടെ ഇൻ്റലിജൻസ്, അവർ തന്നെ പെയ്ഡായിട്ടുള്ള പ്രൊപ്പഗേണ്ട മെഷീനറി, അതുപോലെ ഈ ഡിജിറ്റൽ വേൾഡ് അവർ കീഴടക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു ശത്രുവിനല്ല നേരിടാനുള്ളത്. നമ്മൾ പറഞ്ഞ് സാധാരണ ഒരു BJP എന്ന് പറഞ്ഞൊരു പാർട്ടി മാത്രമല്ല, ഒരു വൻ ശക്തിയെയാണ് നമുക്ക് നേരിടേണ്ടത്. അതിനനുസരിച്ച് ഇപ്പുറത്ത് നമ്മൾ ആലോചിക്കണം, എത്രയുണ്ട് നമ്മൾ, കോൺഗ്രസ് എത്രയുണ്ട്, മമതാ ബാനർജിക്ക് ആരുണ്ട്, സ്റ്റാലിൻ എത്രയുണ്ട്, ഇങ്ങനെ നമ്മൾ മുസ്ലിം ലീഗ് എത്രയുണ്ട്, മാർക്സിസ്റ്റ് എത്രയുണ്ട്, എല്ലാം നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ഞാനൊരു CPM-നോടൊരു പ്രത്യേക പ്രണയമുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അവരെ ഒന്നും എതിർക്കാൻ തോന്നാത്തത് ഈ കോസ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പാർട്ടായിട്ടുള്ളൊരു മുന്നണിയുടെ ടാസ്ക് എത്ര വലുതാണ്. അപ്പോൾ ഒരു ശത്രുവിനെങ്കിലും ഒരു ദിവസം ഇല്ലാതായി ബന്ധുവായി തീർന്നാൽ അത്രയും നല്ലതെന്നുള്ള പരമാവധി ബന്ധുക്കളെ സമാഹരിക്കേണ്ട ഒരു സമയമാണ്. ആരെയും പുറത്ത് കളയേണ്ട സമയമല്ല, ആരെയും ഒഴിവാക്കേണ്ട സമയമല്ല. എല്ലാവരും ചേർന്നാൽ തന്നെ നടക്കുമെന്ന് സംശയമുള്ളൊരു പണിക്ക് ഇനി 4 ആൾ ഇതിൽ നിന്ന് പുറത്താക്കിയിട്ട് അവനായിട്ട് ആ യോജിപ്പില്ല, ഈ യോജിപ്പില്ല, ഈ അതിൽ 2 വിഷയമുണ്ട്. അത് നമ്മുടെ ഈ കേരളത്തിലെ മുന്നണിക്കാരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിനോട് നമ്മളുള്ള ഫൈറ്റ് അരി, ജോലി, ഈ കുറച്ച് കറപ്ഷൻ, കുറച്ച് ഹെൽത്ത്, കുറച്ച് എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണല്ലോ. അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഫാസിസം, ഏകാധിപത്യം, ഇതിനൊക്കെ എതിരായിട്ടല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇഷ്യൂസ് വേറെയാണ്, അത് അവിടെ തന്നെ ഫൈറ്റ് ചെയ്യേണ്ടതാണ്. ആ ഫൈറ്റിൽ ഇവനും ഉണ്ട്. അപ്പോൾ അത് വിസ്മരിച്ചു കൊണ്ടുള്ള എതിർപ്പ് പാടില്ല എന്നാണ് ഞാൻ ഈ പറയണം. ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷനിൽ BJPക്ക് വലിയ പ്രചാരണം നടത്തി ഇപ്രാവശ്യം എടുക്കും, കിട്ടിയേക്കാം എന്ന് വിചാരിക്കുന്ന ചില സീറ്റുകളുണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന പോലത്തെ ചില സീറ്റുകൾ. അവിടെ UDF എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അങ്ങനെ ഡിസ്കഷനൊന്നുമില്ല. ഇപ്പോൾ UDF-ൻ്റെ വഴിക്കും LDF-ൻ്റെ വഴിക്കുമാണ്. യാതൊരു കാരണവശാലും തൃശ്ശൂരും തിരുവനന്തപുരത്തും പാലക്കാടും ഒന്നും, അതല്ലേ അവർ പറയാറുള്ളൂ, BJP കേരളത്തിൽ ഇത്തവണ ജയിക്കുകയില്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ ആളുകൾ കൂടും. നോർമലി സിനിമാ താരങ്ങൾ വന്നാൽ, മുമ്പും പ്രേം നസീറൊക്കെ വന്നിട്ടുണ്ട്, ജോസ് പ്രകാശ്, ഇങ്ങനെ ഒരുപാട് പേര് നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അമ്പിച്ച ആൾക്കൂട്ടായിരിക്കും. രാമുകാരിയായിട്ട് മത്സരിച്ചപ്പോഴൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചെമ്മീൻ്റെ ആ സമയമാണ്. എത്ര ജനക്കൂട്ടായിരുന്നു. പക്ഷേ വോട്ടൊന്നും ആൾക്കാർ അതുകൊണ്ട് ചെയ്യില്ല. കേരളത്തിൽ അതിനെക്കുറിച്ചൊക്കെ അവെയറായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു BJP ഒന്നും ഇവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ വലിയൊരു ത്രെട്ട് ഇപ്പോൾ EVM ഉണ്ട്. ഭാനുപ്രതാപ് സിംഗ് നമ്മൾ സമ്മതിക്കേണ്ട ഒരു അഭിഭാഷകനാണ്. വണ്ടർഫുള്ളി ആൾ കൃത്യമായിട്ട് നല്ലവണ്ണം ജോലി ചെയ്തിട്ടാണ് ഹാക്കേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് ജാഥ പോയത്. ഇവിടെ ഈ ഇടയ്ക്ക് ഈ തിരക്കുള്ള പാർലമെൻറ്റിലൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം ഒരു തരത്തിലും പാർലമെൻറ്റ് മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതെയും അവരെ പുറത്താക്കിയൊക്കെ പാസ്സാക്കിയിട്ടുള്ളതാണ്. അതിനിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സുപ്രീം കോടതി പറഞ്ഞത് അംഗീകരിക്കാതെ അവർക്ക് നിയമിക്കാവുന്ന സ്ഥിതിയായി. എല്ലാം അവരുടെ കയ്യിലായിപ്പോയി. ഇപ്പോൾ
ഈ CRPC IPC ഇതൊക്കെ ഭേദഗതി കൊണ്ടുവന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതാണ്. വധശിക്ഷ വരെ വരും. വധശിക്ഷ അല്ല 302 പകരം അദ്ദേഹം പറയുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ 7 കൊല്ലമേ ഉള്ളൂ നടത്തും. ഒരാൾ ഒറ്റക്ക് കൊല്ലാൻ പോകരുതെന്നുള്ളൂ. 4 പേര് ചേർന്ന് പോയാൽ മാക്സിമം ശിക്ഷ 7 കൊല്ലാണ്, അല്ലെങ്കിൽ 302ആണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നിയമങ്ങൾ പാസ്. ഇത് തന്നെയാണ് ഹിറ്റ്ലറും ഒക്കെ ചെയ്തത്. അവിടെയും പാർലമെൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെയും പാർലമെൻറ്റിൽ അവർ അതാത് സമയത്ത് ഓരോന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും തടയാൻ സാധിച്ചില്ല. അതിനിടയിൽ ഇപ്പോൾ EVM കുറിച്ച് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ അത്തരം ഇഷ്യൂസിൽ ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിലും അതിനൊക്കെ പരാതി കൊടുക്കുവാൻ ഇന്ത്യ മുന്നണി നടപടിയെടുക്കണം. അതിനെതിരായ ബഹുജനങ്ങൾ അണിനിരത്തണം. ഈ ഭാരത് ജോഡോ യാത്ര 2ാം ഘട്ടം നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ യാത്ര ഭാരത യാത്ര വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുന്നണി ഒറ്റക്കൊറ്റക്ക് ഓരോ പാർട്ടികൾ നടത്തിയിരുന്ന പരിപാടികൾക്ക് പകരം കേരളം തൊട്ട് കാശ്മീരും വരെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരുമിച്ചുള്ള ഭാരതയാത്രകളുമാണ്. ബഹുജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള പണിയൊന്നും ഇതുവരെ വേണ്ടത്ര തുടങ്ങിയിട്ടില്ല. അതൊക്കെ അത്യന്താപേക്ഷിതമാണ്. അതൊന്നും ഇല്ലാണ്ട് ജയിക്കാനും ആളുകളെ അവെയറാക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. EVMനെതിരായിട്ട് വമ്പിച്ച തോതിൽ ജനങ്ങളെ അണിനിരത്തിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഭാനുപ്രതാപ് സിംഗ് പാവം, അയാൾ വലിയാടാവും. ഒരു ടി സ്റ്റാർ സെറ്റിൽവാൾഡ്, ഒരു ഗൗരി ലങ്കേജ്, ഒരു ദാബോൽക്കർ, ഒരു വൻസാരെ, ഒരു കൽബുർഗി, ഒരു ഹേമന്ത് കർക്കാരെ, ഇതിലൊക്കെ കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ലത്. അവരൊന്നും ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് സർവീസ്. ആ ഭാനുപ്രതാപ് സിംഗ് എന്ന് പറഞ്ഞൊരു അഭിഭാഷകൻ എത്ര വലിയൊരു സേവനമാണ്, എത്ര വലിയ ഇൻഫർമേഷനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തിനൊപ്പം നിർത്തി നമ്മൾ ഏറ്റെടുക്കണം, ഒരുമിച്ച് കൊണ്ടു നടക്കണം. അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതൊരു വേദനാജനകമായൊരു കാര്യമാണ്. EVMൻ്റെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതിപ്പോൾ ബാലറ്റ് സിസ്റ്റം തന്നെ വരണമെന്ന് ചോദിച്ചാൽ ബാലറ്റ് നല്ലതാണ്. ഇനി വേണമെങ്കിൽ VVPAT എണ്ണുന്ന സമ്പ്രദായം ഉണ്ടായാലും മതി. എളുപ്പമുണ്ടല്ലോ അത്. VVPAT കൂടി എണ്ണാനുള്ള ക്ഷമ വേണം. അത് എണ്ണിക്കഴിഞ്ഞ് ആ VVPAT ഓരോരുത്തരും പെട്ടിയിൽ നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ബാലറ്റിന് പകരമായി. അവനവനറിയാലോ നമ്മുടെ VVPAT എന്താണ്. ഇതിപ്പോൾ VVPAT തൊടില്ല, അതൊക്കെ കറക്റ്റാണ്, ഒന്നുമില്ല, നേരെയാണ് ചൊവ്വേണെന്ന് പറയുകയാണ്. അപ്പോൾ ബാലറ്റ് സിസ്റ്റം ഈസ് ഗുഡ്. അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾ വേണം. ഇനി എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് നിന്ന് നടത്തണം. അതിൽ സ്വന്തം താല്പര്യങ്ങളെ ബലി കഴിക്കണം. സ്വന്തം ഇനി 4 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് അവനെ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സീറ്റ് മറ്റുള്ളവന് ദാനം ചെയ്തോളണം. കൊടുക്കുന്നതിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ് ജയിച്ചതോ ലീഗ് ജയിച്ചതോ CPM ജയിച്ചതോ ആയിട്ടുള്ള സീറ്റുകളുണ്ട്. ഇന്ത്യ മുന്നണി ഉണ്ടാകാൻ വേണ്ടി അതിൽ 2 സീറ്റ് അവർക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ്. അവസാനം അത് നമ്മുടെ കൈക്ക് തന്നെ വരും. ആ സീറ്റ് നമുക്ക് യൂസ്ഫുൾ ആവും, പൊതുവായിട്ട് ഉപകാരപ്രദമാവും. ആ തരത്തിലുള്ള ഒരു ചിന്ത ഘടക കക്ഷികൾക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ നമുക്ക് ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ പ്രശ്നം ജനങ്ങളിൽ ഒരു വിശ്വാസ്യത ജനിപ്പിക്കാൻ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. ആത്മവിശ്വാസം. നിങ്ങൾ മുമ്പിൽ നിന്നാൽ മതി എന്ന് കൂടെ വരുന്നവർക്ക് തോന്നണ്ടേ. എനിക്ക് നിങ്ങൾ മതി, ഇതിനെ നേരിടാൻ, എൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ മതി, ഈ പാർട്ടി മതി, ഈ മുന്നണി മതി എന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങളിൽ ഉണ്ടാക്കാതെ അവർ വരില്ല. ഈ ജനം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ബലി കൊടുത്തിട്ടാണ് ഇവർക്ക് ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണൽ മെജോറിറ്റിയെ തടയൽ എളുപ്പമല്ല. ഇന്ത്യയിൽ 79.8% ഹിന്ദുവാണ്. ആ സാധുക്കളായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാർ. പെട്രോളിനും ഡീസലിനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ഹിന്ദുക്കളല്ലേ. അവരെല്ലാം എണ്ണം കൂടുതൽ, ഭൂരിപക്ഷം അനുസരിച്ച് അവരെല്ലാം വില കൊടുക്കുന്നത്. അങ്ങനെ എന്ത് വില കൊടുത്താലും അവർ ചെറിയ ഈ ലോല വികാരങ്ങൾ വെച്ച് രാമൻ്റെ പേര് പറഞ്ഞുമൊക്കെ ഇങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് MP-മാരെ പുറത്താക്കുന്ന വിഷയം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇത്തരമൊരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം ഇല്ലാതിരുന്നൊരു സമയത്ത്, അതായത് പാർലമെൻറ്റിൽ ഇഷ്ടംപോലെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനൊക്കെ സന്ദർഭം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ MP-മാരെ അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ?
PK കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറച്ച് കാലം ഇരുന്നിട്ടുള്ളൂ. അന്ന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ അനുഭവ സമ്പത്ത് അനുസരിച്ച് കൂടുതൽ ചെയ്യും. ഒരു പുതിയ ആൾ ചെല്ലുമ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ ചെയ്തു വരും. അങ്ങനെയുള്ള പലപ്പോഴും ലീഗിന്റെ അസാന്നിധ്യം ചർച്ചയായിട്ടുണ്ട്. ഞാൻ അതിനേക്കാളൊക്കെ മഹത്തായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഒരു പാർലമെൻറ്റേറിയൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള വിഷയം എനിക്ക് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. ടോട്ടലി നമ്മൾ ഇത്ര പോരാന്നാണ് ഞാൻ പറഞ്ഞത്. ആ പാർലമെൻറ്റിൽ അവർ പറയാൻ സമ്മതിക്കുന്നില്ല. അവരെ 146 156 പേരല്ലേ പുറത്താക്കിയത്. ഇനി അകത്തിരുന്നാലും പറയാൻ സമ്മതിക്കില്ല. അതിനിടയ്ക്ക് പാസ്സാക്കിക്കൊണ്ടിരിക്കില്ലേ ഓരോന്നും. പാർലമെൻറ്റ് അവർക്ക് ആവശ്യമില്ല. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വന്ന് ഇരിക്കുന്നില്ല. വലിയ പാർലമെൻറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായത്? ഈ വലിയ പാർലമെൻറ്റ് എന്തിനാണ്? ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുമ്പോൾ അവർക്ക് സ്വാധീനമുള്ള സ്റ്റേറ്റുകളിൽ കൂടുതൽ സീറ്റ് അനുവദിക്കും. എന്നും ആ മെജോറിറ്റി നിലനിർത്താനാണ്. പിന്നെ EVM ടെക്നിക്കും ഹാക്കിങ്ങും ഉണ്ടെങ്കിൽ പിന്നെ സംഗതിയുള്ളൊരു പ്രശ്നമില്ലല്ലോ. വലിയ ക്യാമ്പയിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇപ്പോഴേ അത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, തടസ്സപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വെരി ഡേഞ്ചറസ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, അങ്ങനെ പറയാം. ഒരു ഇസ്ലാം മാത്രമല്ല, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, വി ആർ മച്ച് വറീഡ്. ആ മൈനോറിറ്റീസായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾക്ക് കോൺഗ്രസും CPM-ഉം എല്ലാ പാർട്ടികളുടെയും സഹായം വേണം. അവരൊക്കെ വളർന്നെങ്കിലേ ഞങ്ങളുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കേരളത്തിൽ പോലും ഇന്ത്യ മുന്നണിയുടെ സാങ്കത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു കാരണം CPM-ഉം മുഖ്യ ശത്രുവായിട്ട് ഇപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ കാണുന്നത് CPM-നെയും തിരിച്ച് CPM കോൺഗ്രസിനെയാണ്. CPM-നോട്, അതിൻ്റെ നേതൃത്വത്തോട്, പ്രത്യേകിച്ച് പിണറായി വിജയനോട്, മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? കോൺഗ്രസ്സാണ് നിങ്ങളുടെ മുഖ്യ ശത്രു എന്നുള്ള ധാരണ മാറ്റണം എന്ന് പറയുന്നത്. ലീഗിൻ്റെ പോട്ടെ, ലീഗ് അങ്ങോട്ട് എതിർക്കാൻ ശ്രമിച്ചാലും ഒരു സ്നേഹത്തിൽ ഇങ്ങോട്ട് പെരുമാറുകയാണ്. അതെ, അങ്ങനെയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സാണ് മുഖ്യ ശത്രു എന്നുള്ളത് മാറ്റണം എന്നിപ്പോൾ ഞാൻ അതിൽ പിണറായി വിജയനെ മാത്രം പറയില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഫ്രം ദ വെരി ബിഗിനിങ് പറ്റിയൊരു ഭീമമായ അബദ്ധമാണ് കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ളത്. 1967 9 സംസ്ഥാനങ്ങളിലായിട്ട് കോൺഗ്രസിനെ ചുരുക്കിയത് അവരെല്ലാം കൂടി അപ്പുറത്തുന്നത് കൊണ്ടാണ്. ഇതിനു മുമ്പും BJP-യുടെ പഴയ രൂപങ്ങളെ അവർ സഹായിക്കേണ്ട ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് വിരോധം മൂത്തിട്ട് അവർക്കത് വിഭാവനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ശത്രുവായിട്ട് കോൺഗ്രസ് നിന്നാലും കുഴപ്പമില്ല, ഇവനെയാണ് വളരാൻ സമ്മതിക്കാത്തത്. മുഖ്യ ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അന്നും കഴിഞ്ഞിട്ടില്ല. ദേശീയധാരയിൽ ഇവരുണ്ടായിരുന്നു, ദേശീയധാരയിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. ഈ ധാര പിന്നീട് കോൺഗ്രസ് ഈ CPM-ഉം കൂടി അതിനെ റാറ്റിഫൈ ചെയ്തു. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഇവരെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഈ BJP മനസ്സിലാക്കി. BJP മീൻസ് അന്നത്തെ അവരുടെ പാർട്ടി. ഇവരും മനസ്സിലാക്കി. ആ രണ്ട് കൂട്ടരും കൂടി കോൺഗ്രസിനെ എതിർക്കുന്നതിലൂടെ വളർന്നു വന്നിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണിത്. അതുകൊണ്ട് മാത്രമല്ല, അതിപ്പോഴും സ്റ്റിൽ ദേ ആർ കണ്ടിന്യൂ. ഒരിക്കലും കോൺഗ്രസിനെ ഒരു മുഖ്യ ശത്രുവായിട്ട് കാണാൻ പാടില്ല. എന്ത് തെറ്റ് കോൺഗ്രസ് ചെയ്താൽ നമ്മളിപ്പോൾ B ടീമാണെന്ന് പറയും. ബട്ട് യു മസ്റ്റ് ബി അവെയർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് A ടീം. A ടീം ഇവിടെ ഇരിക്കേ, നിങ്ങൾ B എന്ന് പറയുമ്പോൾ നിങ്ങൾ A ആണ് നിങ്ങളുടെ മുഖ്യ ശത്രു, B പിന്നെ വരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ കോൺഗ്രസിനെ ബ്രാൻഡ് ചെയ്ത് അത് BJP-യുടെ B ടീമാണ്, സോഫ്റ്റ് ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലയിൽ വെച്ച് കെട്ടുമ്പോൾ സോഫ്റ്റ് സെക്യുലറിസം ഉണ്ട്, സോഫ്റ്റ് ഹിന്ദുത്വം മാത്രമല്ല, എല്ലാത്തിലും സോഫ്റ്റ് ഉണ്ട്, സെക്യുലറിസത്തിലുണ്ട്, ഇതിലുണ്ട്, എല്ലാത്തിലുണ്ട്. എനിക്ക് അവരോട് ആകെയുള്ള ഒരു റിക്വസ്റ്റ്, അവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് അല്ല എന്നവർ തിരിച്ചറിയണമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട. അത് അവർക്ക് ആദ്യം മുതൽ സംഭവിച്ചൊരു തെറ്റാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. സോവിയറ്റ് യൂണിയൻകാരുടെ നിർദ്ദേശമൊന്നും അതൊന്നും ആയിരുന്നില്ല. ഈവൻ എമർജൻസി കാലത്ത് ബ്രഷ്നേവ് ഹാസ് ബീൻ ടു ദി പാർലമെൻറ്റ്, അന്ന് അഡ്രസ്സ് ചെയ്ത് ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ SG സർദേശായിയെ പോലുള്ള ആൾക്കാർ ഇന്ദിരാഗാന്ധിയുടെ കത്തുകൾ വരെ ബ്രഷ്നേവിനൊക്കെ കൊണ്ടുകൊടുത്തിരുന്ന കൊറിയർ സർവീസിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് സംഭവിച്ചോ അറിയില്ല. കോൺഗ്രസിനെ മുഖ്യ ശത്രുവായിട്ട് അന്ന് മുതലേ കണ്ടു. അതൊരു പാളിച്ച, ഇതുവരെ തിരുത്തപ്പെടാതെ സ്റ്റിൽ ഗോയിങ്.
അഹെഡ്. വലിയൊരു പ്രശ്നമാണ്, അതവർ തിരുത്തണം. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിലും കോൺഗ്രസ് വിരോധത്തിലും പ്രസക്തിയില്ല. അത് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ സംസാരത്തിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ശക്തമായി എതിർക്കുന്നില്ല, കോൺഗ്രസിനെ ഞാൻ എതിർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ചർച്ച പിന്നെ ഒരു ഉപസംഹരിക്കുമ്പേ അപ്പം കെ.എൻ.എ. ഖാദർ പഴയ CPI-യുടെ നിലപാട് ഇത് തന്നെയായിരുന്നല്ലോ, കോൺഗ്രസിന് ശത്രുവായിട്ട് കാണരുത്, മുഖ്യ ശത്രുവായിട്ട് കാണരുത് എന്നുള്ളത്. അതേ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നത്. അത് കെ.എൻ.എ. ഖാദറിൻ്റെ നിലപാടല്ല, ആ നിലപാടുകളിലേക്ക് നമ്മൾ നയിക്കുന്നത് സാഹചര്യങ്ങളാണ്. സിറ്റുവേഷൻസ് ആർ കമ്പലിങ് അസ്. കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണാൻ പാടില്ല. കോൺഗ്രസ് ഇങ്ങനെ എല്ലാവരും കൂടി എതിർത്ത് നശിപ്പിച്ച് കൊലവിളിച്ച് ഇല്ലാതായി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ആരുണ്ട്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. കോൺഗ്രസ് ശക്തിപ്പെടണം. അതിൻ്റെ വീഴ്ചകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് ശത്രുതാപരമാകരുത്. അവർ തന്നെ ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കണം. അവരെ നമ്മുടെ കൂടെ നിർത്തണം. ഒന്നിച്ചു കൂടുമ്പോൾ അവർക്കും മാറ്റം വരും, കൂടുന്നവർക്കൊക്കെ മാറ്റം വരും. ഒരുമിച്ചാകുമ്പോഴേ പരസ്പരം ഒന്ന് അടുത്ത് ഇടപഴകണ്ടേ. അവരൊരുമിച്ചൊരു കല്യാണത്തിന് പോവുക, അവരൊരുമിച്ചൊരു ജാഥ പോവുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാളിനെ മനസ്സിലാക്കാൻ അയാളുടെ കൂടെ യാത്ര പോയാൽ മതി. ഈ ഭാരത് ജോഡോ എന്നുള്ള യാത്ര ഇനി മേലിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നടത്തണം. ആ യാത്രയിൽ പരസ്പരം മനസ്സിലാക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു നല്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായി തീരുകയും ചെയ്യും. ഒറ്റ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് ഇന്ത്യയുടെ മൊത്തം ചരിത്രം എടുത്ത് നോക്കുമ്പോഴേ അധികാര രാഷ്ട്രീയത്തിലിരുന്ന കക്ഷികളോട് മുഴുവനും പലതരത്തിൽ കലഹിച്ചിട്ടുള്ളവരാണ് ഇന്ത്യയിലെ സാംസ്കാരികളാണ്, കേരളത്തിലുള്ളത്. എഴുത്തുകാര്, കലാകാരന്മാര് ഒക്കെ, ആർട്ടിസ്റ്റുകളൊക്കെ പലതരത്തിൽ ഭരണകൂട വിമർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തെ മോദി റെജീമിൽ നോക്കുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും കുറഞ്ഞു വന്ന് ഇപ്പൊ തീരെ വിമർശനങ്ങൾ ഒരു തരത്തിലും നടക്കാത്തൊരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ഒന്നിച്ചാൽ മതിയോ? ഈ സാംസ്കാരിക ലോകവും കൂടെ ഈ മുന്നണിയിൽ അണിചേരേണ്ടതില്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തുള്ള ജനങ്ങളാണ് കൂടുതൽ. കോൺഗ്രസ്സിലുള്ളതന്നെ കോൺഗ്രസ് ജയിക്കുന്നതും ലീഗ് ജയിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് ജയിക്കുന്നതും പാർട്ടിക്കാരെ കൊണ്ടല്ല. പാർട്ടിക്കാരാണ് അതിന് വഴിയൊരുക്കുന്നത് മാത്രം, സഹായിക്കുന്നത് നാട്ടുകാരെ. ജനങ്ങളധികം ഒരു രാഷ്ട്രീയ കക്ഷിയിലും ഇല്ലാത്തവരാണ്. അവരെയാണ് നമുക്ക് വേണ്ടത്. അവരെ അണിനിരത്താൻ നമുക്ക് സാംസ്കാരിക നായകന്മാർ, ബുദ്ധിജീവികൾ, കൃഷിക്കാരെ, എല്ലാ അവാന്തര വിഭാഗങ്ങളും വേണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്, അത് ആ പാർട്ടി അംഗങ്ങളാണ്. ഒരു പാർട്ടിയിൽ അംഗങ്ങൾക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. വേറൊരു ജനമുണ്ട്, അവരെ നമ്മൾ കൂടെ നിർത്താനുള്ള വഴികളാണ് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട. സാംസ്കാരിക രംഗത്തുള്ളൊരു പ്രശ്നം വളരെ കറക്റ്റാണ്. സാംസ്കാരിക നായകന്മാരൊക്കെ കുറച്ച് കാലമായിട്ട് പലപ്പോഴും പല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ വെറുതെ പറയാറുള്ളതാണെങ്കിലും പോസ്റ്റ് ട്രൂത്ത് ഏജ്, സത്യാനന്തര കാലഘട്ടമാണ്. നമ്മളെല്ലാം ഇങ്ങനെ സുഖമായിട്ട്, ഇത്രയെങ്കിലും സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ സത്യം പറയാത്തത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ധാരാളം നുണ പറയുന്നത് കൊണ്ടാണ്. സത്യം പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് അന്ന് മുതൽ കഷ്ടപ്പാട് ആരംഭിക്കുന്ന ഞാൻ നിങ്ങളോട് പറയണം. അതുകൊണ്ട് ഞാനും പൂർണ്ണമായിട്ട് സത്യം പറയാറില്ല. ചിലപ്പം മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ എന്നുകൊണ്ട് ഞാൻ പരമാവധി പറയാതെ സൂക്ഷിക്കാറുണ്ട്. വല്ലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. എന്തായാലും ഈ കേരളത്തിൽ, ഇന്ത്യയിലുള്ള മനുഷ്യർ, നമ്മൾ രാഷ്ട്രീയത്തിലുള്ളവരും അല്ലാത്തൊരു ആൾക്കാർ സുഖമായിട്ട് നടക്കുന്നത് സത്യം പറയാത്തതുകൊണ്ടാണ്. പറഞ്ഞവർക്കെല്ലാം അടികിട്ടി, പറഞ്ഞവരെല്ലാം ജയിലിലായി, സത്യം എഴുതിയവർക്കെല്ലാം നേരെ നടപടിയായി. പെരുമാൾ മുരുകനെ കൊണ്ടുപോലും എഴുത്ത് നിർത്തിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അയാൾക്ക് ഉശിരില്ല എന്ന് പറയാൻ പറ്റും. അയാൾക്ക് വേറെ ആരും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അയാൾക്ക് ഉശിരില്ല എന്നിട്ടില്ല, അയാൾക്ക് ആരില്ല കൂടെ. ഈ മുസ്ലിം ഇഷ്യൂസ് ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, BJP ആയിട്ട് ഡയറക്റ്റായിട്ട് ലീഗല്ല ഏറ്റുമുട്ടേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവിടെ പോരാടി ജയിലിൽ കിടക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളല്ല, അന്യമതസ്ഥരാണ്. നിസ്സാര കാര്യമല്ല. എന്തിനാണ് ഇവരൊക്കെ മരിച്ചത്? എന്തിനാണ് സഞ്ജീവ് ഭട്ട് കിടക്കുന്നത്? ഫോർ ഹും? ഗുജറാത്തിൽ അയാൾക്ക് നരേന്ദ്രമോദിയുടെ കൂടെ ഉറച്ചു നിൽക്കായിരുന്നില്ലേ? അയാളൊരു കുഴപ്പം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാം. എന്തിനാ അയാൾ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പ് സത്യം പറഞ്ഞു? അതുകൊണ്ട് ഈസ് ഇൻ പ്രിസൺ. അയാൾ ജയിലിൽ കിടക്കുന്നു. അയാളുടെ മകള് ആകാശി ഭട്ടും ഭാര്യ ശ്വേതാ ഭട്ടും ഒക്കെ ഇവിടെ വന്നിരുന്നു. ഞാൻ അവരൊക്കെ കൂടെ ചില മീറ്റിങ്ങിനൊക്കെ പോയിരുന്നു, ടീച്ചർ ഇവരുടെ ഒക്കെ. അപ്പോൾ ഇവരുടെ അച്ഛൻ, എന്തിന് ആകാശി ഭട്ടൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കണം? മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ മണിപ്പൂർ ഇൻസിഡൻ്റ് ഉണ്ടായി,
ഇവിടെ നമ്മളെ ഞാൻ പള്ളിയിലച്ചന്മാരാദ്യം തോമസ് പനക്കലച്ചൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നടന്ന സമരത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അതിൽ പോയിരുന്നു. ഞാനത് പറഞ്ഞു തുടങ്ങിയത് തന്നെ ദിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഗുജറാത്ത് എന്നാണ്, മണിപ്പൂരിൽ. അത് സെയിം തിങ്ങാണ്. പക്ഷേ ഗുജറാത്തിന് നടന്ന 2002 കലാപത്തെക്കുറിച്ച് പറയാൻ വേണ്ടത്ര ആളുണ്ടായിട്ടില്ല. ഇപ്പോഴും അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഒറ്റപ്പെട്ട സഞ്ജീവ് ഭട്ടും ചിലരും RB ശ്രീകുമാറും അല്ലാതെ ആരും ഉണ്ടായിട്ടില്ല, ഒരാളുണ്ടായിട്ടില്ല. മണിപ്പൂരിന് വേണ്ടി വർത്തമാനം പറയാൻ കുറച്ചും കൂടി ആളുകൾ വന്നു. അത് ഒരു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ കൂടുതൽ ആളുകൾ വരുന്നതായിരിക്കണം, ഇല്ലേ? അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും സത്യം പറയുന്നില്ല. സത്യം പറയാമോ എന്നുള്ളത് സംശയകരമായിരിക്കും. അതുകൊണ്ട് സാംസ്കാരിക നായകന്മാർ പേടിച്ചിരിക്കുകയാണ്. എല്ലാവരും അല്ല, മാധ്യമങ്ങൾ ധാരാളം ഒക്കെ നിലനിൽപ്പാണ് പ്രശ്നം. മാധ്യമങ്ങൾക്ക് വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ദിവസവും ഈ ജോലി ചെയ്യണ്ടേ. വാർത്തകൾ അപ്പപ്പോൾ ഉണ്ടാക്കണം, ശേഖരിക്കണം, അപ്പപ്പോൾ കൊടുക്കണം, അതിൻ്റെ ഗുണദോഷങ്ങൾ അപ്പപ്പോൾ അനുഭവിക്കണം. മുതലാളി വേറെ ഉണ്ട്. ഈ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. ധാരാളം നുണ. മാധ്യമങ്ങളും ജീവിക്കുന്നത് നുണയിലാണ്. നുണ പറയാതെ നുണയുടെ ഫാക്ടറികളാണ് ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പേയ്മെൻറ്റ് കൊടുത്തിട്ട് എംപ്ലോയീസിനെ വെച്ചിരിക്കുകയാണ്, സാലറി കൊടുത്തിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകളും ഏറെക്കുറെ അതിങ്ങനെ അതാത് സന്ദർഭങ്ങളിൽ വിശ്വസിച്ച് പതുക്കെ പതുക്കെ ഈ ഇട്ട് തരുന്ന ഇങ്ങനെ ഭുജിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ദഹനക്കേടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് പരിഹാരം? നമ്മൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യല്ലാണ്ട് അതൊരു പ്രശ്നമാണ്.